നമസ്കാരം. ഇന്ന് കേരളം ഉണർന്നത് പത്തനംതിട്ടയിൽ ഒരു 18-കാരിയെ കഴിഞ്ഞ 5 വർഷമായി 64-ലധികം പേർ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത അറിയിച്ചുകൊണ്ടാണ്. വാർത്ത വരുന്നതിനൊപ്പം തന്നെ കുറേ പേർ അറസ്റ്റിലായിട്ടുണ്ട്, നിരവധി പേർ കസ്റ്റഡിയിലാണ്. ഇരയായ പെൺകുട്ടിക്ക് പരാതി പറയാൻ ധൈര്യമുണ്ടാകുന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ മികവാണ് കാണിക്കുന്നത്. മണിക്കൂറുകൾ തികയും മുൻപ് പ്രതികൾ അകത്താകുന്നത് പോലീസ് സംവിധാനത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഇച്ഛാശക്തി കൂടി തെളിയിക്കുന്നു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വിവിധ കേസുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചാൽ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്ന് വ്യക്തമാകും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രമുഖ നടൻ അകത്ത് കിടന്നത് മുതൽ ഏറ്റവും ഒടുവിൽ ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കുന്നതുവരെ ഉദാഹരണങ്ങളാണ്. ഇതിനിടയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും 2017 മുതൽ 2021 വരെ ചർച്ച ചെയ്ത് വന്ന പിണറായിയെയും ഇടത് സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കിയ വാളയാർ കേസ് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പ്രായപൂർത്തിയാകാത്ത 2 പിഞ്ചു പെൺമക്കളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതോ ആത്മഹത്യ ചെയ്യിച്ചതോ ആയ കേസിൽ അന്വേഷണത്തെ തകിടം മറിക്കാൻ ശ്രമിച്ചവർക്കും കൂട്ടുനിന്നവർക്കും തിരിച്ചടിയാകുകയാണ് CBI ഇപ്പോൾ നൽകിയിട്ടുള്ള കുറ്റപത്രം. രാഷ്ട്രീയം കലർത്തി അന്വേഷണത്തിൽ പോലീസിനെതിരെ കലാപമുണ്ടാക്കിയ പ്രതിപക്ഷം കൂട്ടുപിടിച്ചത് ഇപ്പോൾ CBI പ്രതികളാക്കിയ മാതാപിതാക്കളെ തന്നെയാണ് എന്നതാണ് ഏറെ കൗതുകകരം. തെരഞ്ഞെടുപ്പിൽ ലാഭം നേടാൻ നട്ടാൽ കുരുക്കാത്ത നുണകൾ നിരത്തിയവർ, കുട്ടികളോട് തരിമ്പം നീതി പുലർത്താത്ത ആ അമ്മയെ മുന്നിൽ നിർത്തി ഇടത് സർക്കാരിനെതിരെ പടവെട്ടി. പിണറായി വിജയനെതിരെ അവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുക വരെ ചെയ്തു. മാധ്യമങ്ങളുടെ ദൈനംദിന ചർച്ചയിൽ വാളയാർ മാത്രമായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു. ഒരു കോടതിയും ഒരു കമ്മീഷനും ഒരു വാക്ക് പോലും എതിരായി പറയാതിരുന്നിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചവർക്ക് മറുപടി നൽകി സർക്കാരിന് തുടർ ഭരണം നൽകി ജനം. ഇപ്പോൾ CBI അന്വേഷണം നടത്തി മാതാപിതാക്കളിലേക്ക് കേസ് തിരിയുമ്പോൾ ചർച്ചകൾ വാളയാർ കടന്നോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് TM ശശി, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം TM ശശിയിലേക്ക് തന്നെ പോകുന്നു. TM ശശി, ദിവസവും വാളയാർ ചർച്ച ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷണത്തെ എതിർത്ത് CBI വരണമെന്ന് കുടുംബത്തെ മുന്നിൽ നിർത്തി സമരം നടത്തിയ പ്രതിപക്ഷത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളെയും ഒക്കെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് CBIയുടെ കുറ്റപത്രം ചർച്ചയാകുന്നത്. ഈ ഒരവസ്ഥയിൽ എന്താണ് CPM പറയുന്നത്? CPIM ഈ വിഷയത്തിൽ സംഭവം നടന്ന 2018 മുതൽ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: സത്യം പുറത്തു വരണം, കുറ്റക്കാർ മുഴുവൻ ശിക്ഷിക്കപ്പെടണം. അന്ന് മുതൽ ഇന്ന് വരെ CPIM എന്ന നിലയിലാണെങ്കിലും സർക്കാർ എന്ന നിലയിലാണെങ്കിലും എടുത്ത നിലപാടുകളെല്ലാം കൃത്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് എന്ന നിലയിൽ അവിടുത്തെ വാളയാർ SIക്ക് പറ്റിയ ഒരു പാളിച്ചയ്ക്ക് അല്ലെങ്കിൽ അശ്രദ്ധയ്ക്ക് കടുത്ത നടപടിയെടുക്കാൻ സർക്കാർ ഒരു മടിയും കാണിച്ചില്ല. പ്രോസിക്യൂഷൻ അലംഭാവത്തിൽ കോടതി ആദ്യം ജാമ്യവും ശിക്ഷയും ഒഴിവായപ്പോൾ അവർക്കെതിരെ ജഡ്ജിയെ വെച്ച് അന്വേഷിപ്പിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. ഇത് പുനർവിചാരണ പോരാ, ഇത് പുനരന്വേഷണം തന്നെ നടക്കണം. യഥാർത്ഥ കുറ്റക്കാർ മുഴുവൻ പുറത്തു വരണമെന്ന ലക്ഷ്യത്തോടു കൂടി പുനർവിചാരണയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും സർക്കാർ കൃത്യമായി നടപ്പിലാക്കി. CBI അന്വേഷണമെന്ന് ഇപ്പോൾ CBI പ്രതി ചേർത്ത കുട്ടികളുടെ അമ്മയും കൂട്ടത്തിൽ ഒന്നുകൂടി തിരുത്തുകയാണ്, നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ എന്നാണ്. ഞാൻ അവിടെ തിരുത്തുകയാണ്. കാരണം ആദ്യം ലാൽ സൂചിപ്പിച്ചു,
കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നിങ്ങളൊഴികെ, കൈരളി ചാനൽ ഒഴികെ മറ്റെല്ലാ മാധ്യമങ്ങളും CPIM-നെ, സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി, പൊതിപ്പട്ടിയിൽ വെക്കാൻ വേണ്ടി, സർക്കാരിനെതിരെ മോശം ആരോപണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ കേസ് ഇത്രയും കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഒരു നിലയിലും അത് അച്ഛനല്ല, രണ്ടാനച്ഛൻ പോലുമല്ല, അമ്മയുടെ കൂടെ താമസിക്കുന്നയാൾ, അങ്ങനെയുള്ളൂ. കാരണം ഞങ്ങൾക്കിപ്പോൾ ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. ഇപ്പൊ പോലും അവിടെ നടന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ചാനലിൽ ഇരുന്ന് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ചില പരിമിതികളുണ്ട്. സംഭവം നടന്ന രണ്ടാമത്തെ കുട്ടി മരിച്ച 3-ാമത്തെ ദിവസം ആ വീട്ടിൽ പോയ ആളാണ് ഞാൻ. 3-ാമത്തെ ദിവസം അന്ന് ഞാൻ DYFI ജില്ലാ പ്രസിഡന്റാണ്. അവിടുത്തെ DYFI ഭാരവാഹികളും ഇതിൽ ഒരു കാര്യമില്ലാതെ ഒരുപാട് ആരോപണം കേട്ട അന്നത്തെ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി ഉൾപ്പെടെ ഞങ്ങൾ കുറെ ആളുകൾ അന്ന് വീട്ടിൽ പോയതാണ്. ഒരു നിലയിലും അന്ന് നാട്ടുകാരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ CBI പറയുന്നുണ്ട്, ഞാൻ വീണ്ടും പഠിക്കുന്നത് പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട വിഷയം, ഈ കാര്യത്തിൽ ഇന്ന് വരെ കേരളത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ചുരുക്കുന്നില്ല. ഈ കേരളത്തോട്, ആ കുട്ടികളോട് ചെയ്ത കൊടും പാതകമാണ് കേരളത്തിലെ ഈ മുഖ്യധാര കൈരളി ഒഴികെയുള്ള മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, പലതും എന്താ പറയാ, മാർക്സിസ്റ്റ് വിരുദ്ധര് എന്ന് പറയുന്ന ഒരുപറ്റം ആളുകൾ, CR നീലകണ്ഠൻ, MN കാരശ്ശേരി, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങി ഇനി ആരൊക്കെ വേണം, അവര് മുഴുവൻ യഥാർത്ഥ സത്യം പുറത്തു ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത്. ഈ പൊതുസമൂഹത്തോട്, കേരളത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ചുരുക്കുന്നില്ല. ഈ കൊടും പാതകം, ആ 2 കുട്ടികളുടെ യഥാർത്ഥ വിഷയങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം CPIM-നെതിരെ, സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ, മുഖ്യമന്ത്രിക്കെതിരെ മത്സരം കൊണ്ടെത്തിക്കാൻ, MP രാജേഷ് മത്സരിക്കുന്ന തൃത്താലയിലേക്ക് ഈ കുട്ടികളുടെ അമ്മയെയും കൊണ്ടുപോയി നിന്ന് പ്രചരിപ്പിക്കാൻ, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് ജില്ലയിൽ മുഴുവൻ നടത്തി പ്രചരിപ്പിക്കാൻ തുടങ്ങി. CPIM-നെതിരെയും സർക്കാരിനെതിരെയും അടിക്കാൻ വേണ്ടി ഒരു കാര്യമില്ലാതെ കൊണ്ടുവന്ന സാധനം യഥാർത്ഥ സത്യം പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു കാര്യം. നമുക്ക് ആശ്വസിക്കാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ് സത്യമെന്ന് പാലക്കാട് ജില്ലയിലുള്ള പരിസരത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അമ്മയെയും കൂടെ താമസിക്കുന്ന ആളെയും പ്രതി ചേർത്തിയിട്ട് ഒരാൾ പോലും അതിനൊരു പ്രതികരിക്കാൻ കണ്ടില്ല. അവിടെ നാട്ടിൽ ആരെങ്കിലും പ്രതികരിച്ചില്ല. സമരസമിതി അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് അതിനെന്താ, ഇത് മുഴുവൻ എല്ലാവർക്കും അറിയാം. ഇതറിഞ്ഞിട്ടും അനാവശ്യമായി സർക്കാരിനെതിരെ, CPIM-നെതിരെ തിരിച്ചുവിടാൻ ഒരുപറ്റം മാധ്യമങ്ങളും ഇവർ ചെയ്തപ്പോ ഈ കേരളം ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളം യഥാർത്ഥ വിഷയം മാറിപ്പോയി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ വിഷയം, ഇതേ പ്രശ്നം ഈ അമ്മയെയും കൂടെ താമസിക്കുന്ന ആളെയും അന്ന് പ്രതിയാക്കി കേരള പോലീസാണ് പ്രതിയാക്കി എന്ന് വിചാരിക്കുക. എന്തൊക്കെയായിരിക്കും ഈ കേരളത്തിലെ ഈ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ MN കാരശ്ശേരിയും അതുപോലെ പിന്നെ CR നീലകണ്ഠനൊക്കെ പറയാ, പിണറായിക്കെതിരെ മത്സരിച്ചപ്പോ അല്ലെങ്കിൽ CPIM-നെതിരെ നിന്നപ്പോ കൽപ്പിച്ചു കൂട്ടി പ്രതിയാക്കി ദേഷ്യം തീർക്കുന്നു അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കുന്നു ആയിരിക്കില്ലേ? അപ്പൊ ഈ നിലയിൽ എത്രയൊക്കെ CPIM ആണ് ശരി, സർക്കാരാണ് ശരി, അതെന്തൊക്കെ വന്നാലും സത്യസന്ധമായി കാര്യങ്ങൾ എടുത്തു പോവാൻ, സത്യമായി കാര്യങ്ങൾ പറയാൻ, കൃത്യമായി പ്രതികൾക്കെതിരെ കാര്യങ്ങൾ നിലപാടെടുക്കാൻ, പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായതെല്ലാം പിണറായി പറഞ്ഞ ഞാൻ ഇന്നും ഓർക്കുകയാണ്. യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായതെല്ലാം ചെയ്യും എന്നാണ് പിണറായി അന്ന് പറഞ്ഞത്. അത് അക്ഷരംപതി ശരിയായിരിക്കുന്നു. യഥാർത്ഥ പ്രതികളെ മുഴുവൻ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞത്, സത്യത്തിൽ കുറെ കൂടി മുമ്പ് വളരെ നന്നായി വരുമായിരുന്നു, കുറെ കൂടി മുമ്പ് ശിക്ഷിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ഇടപെടൽ, അതായത് ഈ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഈ നിലയിലാക്കിയവരെ ശിക്ഷിക്കണമെന്ന് ഒരു ചെറിയ തരുമ്പ് പോലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കേസ് പണ്ടേ ഈ നിലയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോവാത്തതിന്റെ പ്രശ്നം അവരാണ്. അത് ഏറ്റവും പ്രധാനമായി അവർ, ഞാനിപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല. ആ അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും മാർക്സിസ്റ്റ് വിരുദ്ധരെല്ലാവരും കൂടി ചെയ്ത ഈ കേരളത്തോട് കൊടുത്ത കൊടും പാതകത്തിനുള്ള അടിയാണ് കിട്ടിയത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു പൊതുബോധമുണ്ട്. തെറ്റായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങളും ഒരുപറ്റം ആളുകളും കൂടി ചേർന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, യഥാർത്ഥ സത്യങ്ങൾ അടിയിൽ വയ്ക്കുക എന്ന രീതിയിലേക്ക് മാറുന്ന കുറെ കാലമായി കേരളത്തിലെ ഒരു ചിത്രം ഇതാണ്. ആ ചിത്രം ഈ വാളയാർ കേസിനോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് നഗ്നമായി തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ കേരളത്തിലെ ഈ വാളയാർ കേസോടുകൂടി പുറത്തു വന്നത്. ഒറ്റ കാര്യം കൂടി പറയാം കേരളത്തിന്റെ മാധ്യമങ്ങളുടെ സ്ഥിതി. നിങ്ങൾ നോക്ക്, 10 ദിവസം മുമ്പ് ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ പ്രവർത്തകരായിരുന്നവർ പ്രതികളായി എന്ന് പറഞ്ഞ് ഒരാഴ്ച 10 ദിവസത്തോളം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചാനൽ ചർച്ച, എല്ലാ വൈകുന്നേരം ചാനൽ ചർച്ചയായിരുന്നു. മനോരമയും മാതൃഭൂമി
സപ്ലിമെന്റ് ഇറക്കി. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 ദിവസമായി അശോകൻ കൊലപ്പെട്ട കേസിൽ 8 BJP-ക്കാർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടു. ദേശാമനി അത് ഒരു പത്രത്തിൽ വാർത്തയില്ല. 4 ദിവസം മുമ്പ് ഇതേപോലെ റിജിത്തിനെ കൊന്നതിന്റെ പേരിൽ 9 RSS അവരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഏതെങ്കിലും മാധ്യമങ്ങൾ എടുത്തോ? അപ്പൊ CPM-നെതിരെ വരുന്നത്, സർക്കാരിനെതിരെ വരുന്നത് പർവ്വതീകരിക്കുക, എന്നാൽ അവർക്കെതിരെ വരുന്ന വാർത്തകളെ പർവ്വതീകരിച്ച് പ്രശ്നമാക്കുക. എന്നാൽ CPM-കാരെ കൊലപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ CPM-കാരെ ഇല്ലാതാക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കുക എന്ന പൊതു ചിന്തയാണ് വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാളയാർ കേസ് എന്നാണ് എനിക്ക് ആദ്യം ശശി, ഞാൻ തിരിച്ചു വരാം. എന്തായാലും റിജിത്തിന്റെ കാര്യത്തിൽ കൈരളി ചർച്ച ചെയ്തിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ മറ്റു പല മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഈ വാളയാർ കേസിൽ 2 ദിവസം കൈരളി ഉൾപ്പെടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ എങ്ങനെയാണ് മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ നോക്കുന്നത് എന്ന്. ആരും ചർച്ച ചെയ്യുന്നത് കണ്ടില്ല. ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് കാണാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് അത് എടുക്കണം എന്ന രീതിയിൽ കൈരളി തന്നെ മുന്നോട്ട് വന്നത്. എന്തായാലും TM ശശി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മാതാപിതാക്കൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിൽ ചെറുതല്ല, ഒരു വലിയ തെറ്റ് തന്നെയുണ്ട്. അത് പിതാവല്ല, ആ കുട്ടികളുടെ പിതാവല്ല, അത് രണ്ടാനച്ഛൻ പോലുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ TM ശശി പറഞ്ഞത്. അതങ്ങനെ തന്നെ പറയുന്നതിൽ തെറ്റില്ല. അത് അങ്ങനെ തന്നെയാണ് ജനങ്ങൾ അറിയേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ കാര്യത്തിൽ നിങ്ങൾ ഉൾപ്പെടെ ഈ അമ്മയെയും അമ്മയോടൊപ്പമുള്ള ആ ആളെയും ഒക്കെ കൂട്ടി നിർത്തി തന്നെയാണ് ഈ പോലീസിൽ നിന്ന് കേസ് എങ്ങനെയെങ്കിലും മാറ്റി, ഈ സർക്കാർ അന്വേഷണത്തിൽ ശരിയല്ല, ഈ പെൺകുട്ടികളുടെ പീഡനത്തിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണം കൃത്യമായി പോകുന്നില്ല എന്നൊക്കെ പൊതുജന മധ്യത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് CBIയെ കൊണ്ടുവന്ന് നിർത്തിയത്. ഇപ്പോൾ CBI പറയുന്നത് ഈ അമ്മയും ഇവരൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളിൽ മുഖ്യ പ്രതികളായി വരേണ്ടത് എന്ന് തന്നെയാണല്ലോ. അങ്ങനെയാണ് കുറ്റപത്രവും വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ മാപ്പ് പറയണം, അതല്ലെങ്കിൽ അടുത്ത പടിയിലേക്ക് കടന്നുകൊണ്ട് ഇവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ, ഈ അമ്മയ്ക്കും മറ്റുള്ളവർക്കൂടെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിൽക്കണം. അതല്ലെങ്കിൽ അവരെ തെറ്റായി CBI ഈ കാര്യത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇനി തിരിച്ച് കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ശ്രമത്തിന് നിങ്ങൾക്ക് പോകണം. സമയമുണ്ടോ ഇനി അതിനൊക്കെ? അല്ല ലാലെ, അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾ, പിതാവ് എന്ന പദം അല്ലെങ്കിൽ മാതാവിനോടൊപ്പമുള്ള ആള്, ഇവരെ പ്രതിയാക്കിയിരിക്കുന്നത് 2012 നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, പോക്സോ കേസ്. അതിൽ പീഡന വിവരം, ഒരു മൈനറെ സംബന്ധിച്ച് അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചു എന്നുള്ളൊരു കുറ്റമാണ് ഈ മാതാവിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ ആരോപിച്ച പിതാവിൻ്റെ ശശി പറഞ്ഞ ആളുടെയും പേരിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, അത് അക്ഷന്തവ്യമായ അപരാധമാണ്, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ അമ്മ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ല. 2, നിരക്ഷരയായ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഗ്രാമീണ സ്ത്രീ. അമ്മ പറഞ്ഞിരിക്കുന്ന അവിടെ നിർത്തു. ഇപ്പൊ കോടതി ഈ കാര്യങ്ങളൊക്കെ പോക്സോ കേസ് അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നിങ്ങളൊക്കെ ഇത്രയും കാലം പറഞ്ഞ് പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതിനപ്പുറമാണ് കാര്യങ്ങൾ എന്ന് തന്നെയല്ലേ തെളിയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പിന്നാലെ തന്നെ ഇനി പോയി ഈ കാര്യത്തിൽ ആരെ രക്ഷിക്കാനാണ് ഇനി നിങ്ങളുടെ ശ്രമം? അല്ല, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്യണമല്ലോ. അതല്ലാതെ പിതാവ് ബലാത്കാരം ചെയ്തെന്നോ അല്ലെങ്കിൽ മാതാവ് ബലാത്കാരത്തിന് കൂട്ടുനിന്നു എന്നുള്ള രീതിയിലല്ലല്ലോ അവരെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. അവരറിഞ്ഞ വിവരം യഥാസമയം പോലീസിനെ അറിയിച്ചില്ല. കോടതിയിൽ പറയുന്ന ഭാഷയിൽ ശ്രീ സേനാപതി വേണു, നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. താങ്കൾ കോടതിയിൽ ഒരു വക്കീലായി പോകുന്നത് പോലെയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത്. നമുക്കറിയേണ്ടത് എന്താണ്, ഈ കാര്യത്തിൽ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് അവർ തെറ്റുകാരിയാണ്. ഒന്ന്. രണ്ടാമത്തെ, 2 പെൺകുട്ടികളെ ഈ രീതിയിൽ പിച്ചി ചീന്തി മരണത്തിന് വിട്ടുകൊടുക്കാൻ കൂട്ടുനിന്ന ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് കൂടി അതിനകത്ത് കാണണം. നമ്മൾ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അത്തരത്തിൽ വിശേഷിപ്പിക്കേണ്ട ഒരു നിയമ വഴിയിലാണ് ഇപ്പോൾ ഈ കാര്യം നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ 2 പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നുകൂടി അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. അതിൽ പ്രതിയാക്കപ്പെടേണ്ട ആളുകളെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആർജവത്തോടുകൂടി നിൽക്കാത്ത, തെളിവുകൾ നശിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച ആളുകൾ ആരൊക്കെയാണ്? ഇതൊക്കെ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് സാർ.
അല്ല, അതാണല്ലോ പുറത്തു വരേണ്ടത്. 2017 ജാനുവരി 13 അല്ല, 2017 ജനുവരി 17 ആദ്യത്തെ പെൺകുട്ടിയുടെ മരണം നടക്കുന്നത്. 13 വയസ്സുള്ള പെൺകുട്ടി വീടെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അവരുടെ കുടിലിന്റെ ഉത്തരത്തിൽ തൂങ്ങി മരിക്കുന്നു. അതേ ഉത്തരത്തിൽ തന്നെ 54-ാമത്തെ ദിവസം അവരുടെ 9 വയസ്സ് പ്രായമുള്ള ഇളയ കുട്ടി അവരും തൂങ്ങി മരിക്കുന്നു. ഇപ്പൊ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം, ഈ രണ്ടാമത്തെ കുട്ടി അവർക്ക് ഒരു കാരണവശാലും ഇത്രയും ഉയരം 8.5 അടി ഉയരത്തിലുള്ള ഒരു ഉത്തരത്തിൽ കയറി അവർക്ക് തൂങ്ങി മരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർ ശാരീരികമായി അതല്ല എങ്കിൽ അൺനാച്ചുറൽ സെക്സിന്, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും അവർ വിധേയരായിരിക്കുന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികൾ, ഹൂ ഹാസ് ഡൺ ദ ഒഫൻസ്, ആരാണോ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്, ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ആള് പുറത്തു വരണമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിന്റെ പൊതുസമൂഹം അക്കാര്യത്തിൽ ഏറ്റവും ആദ്യം ഈ കേരളത്തിലെ പോലീസും കേരളത്തിലെ സർക്കാരും തന്നെയാണ് നിർബന്ധം പിടിച്ചത്. ആ കാര്യങ്ങൾക്ക് അപ്പുറം ഒന്നും CBI ഇവിടെ കണ്ടെത്തിയിട്ടുമില്ല. ഇപ്പോ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതല്ല ചോദിച്ചു വന്നത്. ഈ ആദ്യത്തെ കുട്ടി മരിച്ച 52 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ രണ്ടാമത്തെ കുട്ടി മരിക്കുന്നത്. ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ ഈ വീട്ടിനകത്തുള്ളവർ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? ആ കാര്യങ്ങൾ കൂടി താങ്കൾ പറഞ്ഞു പോകൂ. അല്ല, വീട്ടിനകത്തുള്ളവർ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനേക്കാൾ ഉപരി ഇത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്കൊരു സാമാന്യ ബുദ്ധിയില്ലേ? ഈ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, 4.5 അടിയോ അല്ലെങ്കിൽ 4.25 അടിയോ ഉയരം മാത്രമുള്ള ഒരു പെൺകുട്ടി എങ്ങനെ ഈ 8.5 അടി ഉയരമുള്ള ഈ ഉത്തരത്തിനകത്ത് തൂങ്ങി? അല്ല, അതാണ് നേരത്തെ TM ശശി ചൂണ്ടിക്കാട്ടിയ വേറൊരു കാര്യം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇതൊക്കെ 5 കൊല്ലം മുമ്പ് ഇവിടെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണല്ലോ. അതാണ് കേരളത്തിലെ പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായി നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച് ഈ അമ്മയുടെ കൂടെയുള്ള ആളുടെയും പുറകെ അന്നേ പോയിരുന്നുവെങ്കിൽ, അവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ഈ CBI ചെയ്തതുപോലെ കുറ്റപത്രം അന്ന് കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ കാണുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ല, ഒരു വ്യത്യാസവുമില്ല. അന്ന് സംസ്ഥാന പോലീസ് അന്ന് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാലും സംസ്ഥാനത്തെ ആളുകൾക്ക് അത് വിശ്വസിക്കണമല്ലോ. അവരാണ് ആ കുറ്റകൃത്യത്തിൽ അവർക്ക് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പങ്കുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കർത്തവ്യമല്ലേ? അവർ ഈ കേസ് ആത്മഹത്യയായിട്ട് എഴുതി അത് രണ്ടാമത്തെ കാര്യമാണല്ലോ സാർ. അത് രണ്ടാമത്തെ കാര്യമാണല്ലോ. ഇത് തുടക്കത്തോട്ട് വീട്ടിനകത്ത് നിന്ന് കാര്യങ്ങൾ വന്നാലല്ലേ ഈ പോലീസിന് ഇത് അന്വേഷിക്കാൻ പറ്റൂ. CBI ഇപ്പോൾ നേരിടുന്ന പ്രശ്നം അത് തന്നെയല്ലേ? ഈ കാര്യത്തിൽ സഹകരണമില്ലല്ലോ. കോടതിയും കണ്ടെത്തിയിരിക്കുന്നത് അതല്ലേ? തെളിവുകൾ കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതിയിൽ നിന്ന് വന്ന ജഡ്ജ്മെൻറ്റിലെ അന്നത്തെ ഒരു വാചകം താങ്കളത് കണ്ടു കാണും, എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും. ഞാനത് വായിക്കുകയാണ്. ദ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പുവർ ഗേൾസ് ലിവിങ് ഇൻ ആൻ അൺസേഫ് family environment. We are unable to visualize the predicament in which the unfortunate children could have been placed, whom to be trusted. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാം? ഇത്തരം ഒരു കുടുംബാന്തരീക്ഷത്തിൽ, ഇത്തരം അൺസേഫായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കുറിച്ച് ഓർത്ത് കോടതി പറഞ്ഞ കാര്യമാണ്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ലാലെ ഞാൻ പറഞ്ഞത്, അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, കേരള പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്ന് അങ്ങനെ ഒരു നിലപാടെടുക്കാനോ അങ്ങനെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താനോ ശ്രമിച്ചില്ലല്ലോ. അവരത് ആത്മഹത്യയായിട്ടല്ലേ ചിത്രീകരിക്കാൻ പോയത്. ആത്മഹത്യയായിട്ട് അവർ ചിത്രീകരിക്കാൻ പോയത് കൊണ്ടാണ് അന്ന് യഥാർത്ഥത്തിൽ ഈ കേസ് അന്ന് തെളിയാതെ പോയത്. ഇനി ഒരു കാര്യം കൂടി, അതുകൊണ്ടാണോ തെളിയാതെ പോയത്? ദയവായി ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതാണോ രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിന് കാരണമായ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അതൊക്കെ പോസ്റ്റ്മോർട്ടത്തിലുണ്ട്. താങ്കൾ നേരത്തെ അത് സൂചിപ്പിച്ചു. ആ പെൺകുട്ടികൾ, അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ പോലീസിന്റെ മുമ്പിലുണ്ട്. പക്ഷെ അതിന് ആരാണ് അവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് പറയണമെങ്കിൽ അത് പറയേണ്ടത് ആരായിരുന്നു സാർ ആദ്യം? അല്ല, ആര് പറയുവോ പറയാതിരിക്കുവോ എന്നുള്ളതല്ലോ. ഒരു കുറ്റകൃത്യം ചെയ്ത ആളുകൾ ചിലപ്പോൾ അത് മറച്ചു വെക്കും, അല്ലെങ്കിൽ അത് അറിഞ്ഞ ആളുകൾ മറച്ചു വെക്കും. മറച്ചു വെച്ചാലും അത് കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കർത്തവ്യമല്ലേ? ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് ആ കർത്തവ്യത്തിൽ അതുപോലത്തെ ഒരു പോലീസും കള്ളനും കളിയായിരുന്നോ നിങ്ങൾ 2017 മുതൽ? അതുകൊണ്ടാണോ നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി എടുത്ത് അവരെയും പിടിച്ച് മുമ്പിൽ നിർത്തി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും ഈ ധർമ്മടം മണ്ഡലത്തിലും ഒക്കെ പോയി പ്രചരണമൊക്കെ നടത്തി കേരളം മുഴുവൻ പറഞ്ഞു നടന്നത്? പോലീസിന് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ടോ? അവർ ആ കളിയിൽ വിജയിക്കുന്നുണ്ടോ? ഇത് പിണറായിയുടെ പോലീസിന് ഈ കളിയിൽ ജയിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നോ താങ്കൾ ചെയ്തത്?
അല്ല ലാലെ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2016 മെയ് മാസം 16 2016 ഏപ്രിൽ മാസം 28 പെരുമ്പാവൂരിൽ ഒരു കൊലപാതകം നടക്കുന്നു. ഒരു നിയമ വിദ്യാർത്ഥിനി മരിക്കുന്നു. ആ നിയമ വിദ്യാർത്ഥിനി മരിച്ച കേസ് തെരഞ്ഞെടുപ്പിൽ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും അവരുടെ പേര് പുറത്തു വന്നതാണ്. ആ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയാണ് ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനി. ആ നിയമ വിദ്യാർത്ഥിനിയുടെ പേരും പടവും വെച്ച് ഈ കേരളം മുഴുവൻ പ്രചരണം നടത്തിക്കൊണ്ട് അതിനുശേഷം 5 പെരുമ്പാവൂർ മുനിസിപ്പൽ മൈതാനിയിൽ ശ്രീ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിലെ ഒരു വീട്ടമ്മയും ഇനി അരിവാളും അല്ലെങ്കിൽ കത്തിയും വാക്കത്തിയും തലയണക്കടിയിൽ വെച്ചുകൊണ്ട് തന്റെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കേണ്ട, മുഴുവൻ ആളുകളെയും സംരക്ഷിക്കും. ആ പിണറായി ഭരിക്കുന്നിടത്ത ഇന്ന് നിങ്ങൾ പറഞ്ഞ പത്തനംതിട്ട പറഞ്ഞതൊക്കെ സ്ത്രീകളുടെ കാര്യത്തിൽ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ശരിയാണെന്ന് നമുക്കിപ്പോൾ മുമ്പിൽ തെളിവായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രമുഖ നടൻ ജയിലിനകത്ത് കിടന്നത്. അതാണ് ഇന്ന് വലിയ വ്യവസായി സ്വർണ്ണ മുതലാളി പോലും ഇന്നിപ്പോ ജയിലിനകത്ത് കിടക്കുന്ന അവസ്ഥയുണ്ടായത്. അതവിടെ നിൽക്കട്ടെ. താങ്കളിപ്പോ ജിഷ കൊലക്കേസിൽ അന്ന് സംഭവിച്ച കാര്യങ്ങളിൽ രാഷ്ട്രീയമായി അത് ഇടതുപക്ഷത്തിന് ഗുണമുണ്ടായത് കൊണ്ട് ഇത് കൊള്ളാം, നല്ല പരിപാടിയാണ്, അങ്ങനെയാണെങ്കിൽ വാളയാർ എടുത്താൽ 2021 നമുക്കും ഗുണമുണ്ടാകും എന്ന് കരുതി മുന്നോട്ട് കൊണ്ടുപോയതാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയത്. അതുകൊണ്ടാണ് 2021 ജനം അതിനുള്ള മറുപടി തന്നത്. സാർ, ഞാൻ വരാം. ജനം മറുപടി നൽകട്ടെ, നൽകാതിരിക്കട്ടെ. ഇപ്പൊ വർത്തമാനകാലത്തെ 5 കൊല്ലമായി ഈ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന നാട്ടിൽ ഒരു പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി 13 വയസ്സ് മുതൽ കഴിഞ്ഞ 5 കൊല്ലമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ഈ വാർത്ത ഇപ്പോഴല്ലേ പുറത്തു വരുന്നത്? എന്റെ ഈ CWC ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് മുമ്പ് അന്വേഷണം എന്തുകൊണ്ടാണ് ഇപ്പൊ എങ്ങനെയാ പുറത്തു വന്നത്? ഇത് 18 വയസ്സ് തികഞ്ഞ ആ സമയത്ത് 5 കൊല്ലം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് പുറത്തേക്ക് വന്ന ഉടനെ CWCയുടെ നടപടി ഉണ്ടായി, പോലീസിന്റെ നടപടി ഉണ്ടായി. ഇതാ ഇപ്പോൾ അറസ്റ്റുകൾ എത്ര നടന്നു, കാര്യങ്ങൾ എത്ര വേഗത്തിൽ നടക്കുന്നു. മുമ്പ് പല കേസുകളുണ്ടല്ലോ, പല സ്ഥലങ്ങളുടെയും പേരുകൾ നമ്മൾ പറയണോ? എന്താണ് അതിനൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ വരാം സാർ. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഈ പറഞ്ഞ വാളയാർ കേസ് ഇപ്പോ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അല്ല, ഇത് ഞാനിതിനെ കാണുന്നത് വളരെ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആയിട്ടാണ് ലീഗലി. കാരണം ഒരു കാരണവശാലും ആ 2 കുട്ടികൾക്ക് നീതി കിട്ടാതെ പോകരുത്. നീതി എന്നത് യഥാർത്ഥത്തിൽ സമൂഹം കൊടുക്കേണ്ടതാണ്. നീതിയും നീതിബോധവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ആ പ്രായം ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ വളരെ ക്രൂരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവുകയും ജീവൻ നഷ്ടപ്പെട്ട 2 പേരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. അത് കൊടിയ പീഡനം അവർ നേരിട്ടിട്ടുണ്ട്. അത് നേരിട്ടിരിക്കുന്നത് കുടുംബത്തിനകത്തുനിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഉണ്ട്. കാര്യം സമൂഹവും ഒരു പരിധിവരെ അതിന് ഉത്തരവാദിത്വം വഹിച്ചേ മതിയാവും. ആ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് ജസ്റ്റിസ് ഹരിപ്രസാദിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വളരെ വ്യക്തമായി അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരുന്നത്. ഞാനിതിനെ കാണുന്നു. നോക്കൂ, ഒരു കുറ്റാന്വേഷണവും അതിൻ്റെ ഇൻട്രിക്കേറ്റ്സ് ആസ്പെക്ട്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി തൂങ്ങി മരിക്കുന്നു. അത് കഴിഞ്ഞ് 49 ദിവസം കഴിഞ്ഞാണെന്ന് തോന്നുന്നു അടുത്ത കുട്ടി തൂങ്ങി മരിക്കും. 52. ആദ്യത്തെ കുട്ടിയുടെ തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ട് 52, 49, 52. ഈ പറയുന്ന ആദ്യത്തെ കുട്ടിയുടെ മരണത്തിന് ശേഷം അതിന് എത്രമാത്രം സഹായം ഈ പറയുന്ന കുടുംബത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാര്യം അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട്സ് അറിയാവുന്നവർ ആ കുടുംബക്കാരാണ്. നമ്മൾ നോക്കി സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഒരു കുട്ടി മരിക്കുന്നു, ഒരു ഉദാഹരണം, ആ കുട്ടി അല്ലെങ്കിൽ അസ്വാഭാവികമായി കൊല്ലപ്പെടുന്നു. ഈ അമ്മയുടെ ഒന്നും 164 സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തന്നെ എടുക്കാറില്ല. ആ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാത്തതിന് കാരണം പോലീസ് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആദ്യം തന്നെ എടുക്കാത്തതിന് മെയിൻ കാരണങ്ങളിലൊന്ന്, മൊഴി മാറ്റാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരാളാണ് അമ്മ. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ പൂർണ്ണമായും ആ കുട്ടിക്ക് നീതി കിട്ടത്തക്ക രീതിയിൽ ആ ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കുന്ന ഒരാളാകും എന്നായിരിക്കാം ആദ്യത്തെ അനുമാനം. പക്ഷേ ഘടകവിരുദ്ധമായാണ് പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, അവർ പോലീസിൽ കൊടുത്ത മൊഴിയും 164 കോടതിയിൽ കൊടുത്ത മൊഴിയും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം വന്നാൽ ആ ആരോപണം തെറ്റാണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ പറയാൻ കഴിയില്ല. പൂർണ്ണമായി അവർ കാര്യങ്ങൾ സമൂഹത്തോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? അവരുടെ
നോക്കൂ, ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കുട്ടി കഴിഞ്ഞേ ബാക്കി എന്തുള്ളൂ. അവരുടെ കുട്ടി എന്ന് പറയുന്ന 2 കുട്ടികളെ, ആദ്യത്തെ ഒരു കുട്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ട ശേഷം 52 ദിവസം കഴിഞ്ഞ് മറ്റൊരു കുട്ടിയെ കൂടെ നഷ്ടപ്പെട്ടിട്ടും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായി സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവിടെ ഒരു വലിയ ഫെയിലിയർ അവരുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പ്രാഥമികമായ ഒരാൾ ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. അത് CPM-ൻ്റെ നോക്കൂ, ഇവിടെ സഖാവ് പറഞ്ഞല്ലോ, അതിൽ കുഴപ്പമുണ്ട്. അവിടെ ആരാണ് വന്നത്, അവരാരാണ് താമസിച്ചത്, ആ താമസവുമായി ബന്ധപ്പെട്ട കണക്ഷൻ ഉണ്ടോ ആദ്യത്തെ മരണവുമായി ബന്ധപ്പെട്ട്, ഇതൊക്കെ ഷെയർ ചെയ്യണ്ടേ? അപ്പോൾ അവർ അത് ഒതുക്കി വെച്ചു. അടുത്ത ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുമ്പം, അടുത്ത സ്റ്റേജ് ഞാൻ പറയാം, അടുത്ത ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുമ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോലീസിന് മനസ്സിലാവുന്നു ഈ അമ്മയും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയുടെ ഫ്രണ്ട് ഓർ ഹൂഎവർ ഹി ഈസ്, നിങ്ങൾ നെയിം ചെയ്തു, അയാളും ഇതിനകത്ത് പ്രതിപട്ടികയിലേക്ക് വരേണ്ട ആൾക്കാരാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു. ആ സാഹചര്യം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം സമ്മതിച്ചില്ല. കാര്യം ഇവരോട് അനീതി കാണിക്കാനും പോലീസ് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാനും അവരിതിനു ഈ പറയുന്ന ക്രിമിനൽ കുറ്റത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും രാഷ്ട്രീയ സാമൂഹിക കേരളം പറഞ്ഞു. നോക്കൂ, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാനും ലാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഫ്ലോറിലിരിക്കുന്നവർക്കെല്ലാം അൾട്ടിമേറ്റ് എയിം എന്താണ്? നമ്മുടെ ആ കുട്ടികൾക്ക് 2 പേർക്കും നീതി കിട്ടണം. അത് അമ്മ കൊന്നതാണെങ്കിൽ അമ്മയ്ക്കെതിരെ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതാണെങ്കിൽ അവരെയും ശിക്ഷിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുന്നത് ആ കുട്ടികൾക്ക് നീതി കിട്ടാനായിട്ടാണ്. പക്ഷെ കുട്ടികൾക്ക് നീതി കിട്ടത്തക്ക രീതിയിലാണോ അവിടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത്? അപ്പോൾ അമ്മയെ ഒരു വിമർശനം ഉന്നയിച്ച് ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോർണർ ചെയ്യുന്ന ഒരു രീതിയാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പോലീസിന് പല ഘട്ടത്തിലും അകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടു. ഈ പറയുന്ന കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി, BJP, കുമ്മനം രാജശേഖരനൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. സാമൂഹ്യ പ്രവർത്തകർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. സാമൂഹ്യ പ്രവർത്തകരെ എല്ലാം പേര് പറയേണ്ട കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കാൻ പോലീസ് സജ്ജമായി നിൽക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് കേരളത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പാലക്കാട് CPM നേതാക്കന്മാരിലേക്ക് ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് കടത്തി വിട്ട് കളയാൻ പാടുള്ള കാര്യമാണ്. കാരണം അങ്ങിപ്പോൾ പറഞ്ഞ, നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും, താങ്കൾ നേരത്തെ പറഞ്ഞ പൗരസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രമുഖരായ നായകന്മാർക്കും സാംസ്കാരിക നായകന്മാർക്കും ഈ പറയുന്ന പ്രതിപക്ഷത്തിനും, സർക്കാരിനെ നമുക്ക് വിടാം, പോലീസിനെ നമുക്ക് മാറ്റി നിർത്താം, എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഒരു പ്രിവിലേജ് കൊടുക്കുന്നു. ഈ അമ്മയ്ക്ക് ദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില സാമൂഹ്യ അവസ്ഥകൾ കൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു സ്ഥിതിയിലൂടെ ജീവിക്കേണ്ടി വന്നു. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട, അവരെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യേണ്ട, അവരെ അങ്ങ് മാറ്റി നിർത്താം. എന്നിട്ട് മാറ്റി നിർത്തുന്നതോ പോകട്ടെ, അത് നേരെ രാഷ്ട്രീയമായി എടുത്ത് പിണറായി വിജയനെതിരെ, സർക്കാരിനെതിരെ ഉപയോഗിക്കാം. പോലീസ് കണ്ടുപിടിക്കണം. നേരത്തെ സേനാപതി വേണു പറഞ്ഞത് കേട്ടില്ലേ? ഇത് പോലീസ് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഇതൊക്കെ ചാടി മറികടന്ന് സമൂഹത്തിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ മറികടന്ന് കണ്ടുപിടിക്കണം സ്വയം. ഇതായിരുന്നു അവസ്ഥ. നോക്കൂ, അമ്മയെ അവർ നിൽക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ പറയാമെന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നിയമത്തിൽ അങ്ങനെ കാണാൻ കഴിയില്ല. നിയമത്തിന് അങ്ങനെ കാണാൻ കഴിയില്ല. ഒരു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന എത്ര അമ്മമാരെ നമുക്ക് കാണാൻ കഴിയും? ആ കുഞ്ഞിന് നീതി കിട്ടുന്നത് എങ്ങനെയാ? അമ്മയെ ജയിലിലടക്കിയ വഴിയാണ് അല്ലേ? അപ്പം നമ്മൾ നോക്കൂ, നമ്മൾ നിയമം അതിനകത്തൊരു പെസിമിസ്റ്റിക് ഐയോടുകൂടിയാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പെസിമിസ്റ്റിക് ഐയോടുകൂടി മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയൂ. അതല്ല എങ്കിൽ, അല്ല ഇവരെല്ലാം പാവങ്ങളാണ്, ഇവരത് ചെയ്യത്തില്ല, അവരുടെ സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് അവർ പറയാതിരിക്കുന്നതാണ്, അല്ലെ സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെ ഒഴിച്ചു നിർത്താൻ ശ്രമിച്ചാൽ കുഴപ്പം. നമുക്ക് ഇങ്ങനെ സാമൂഹ്യ പശ്ചാത്തലമുള്ള അനേക കോടി ആൾക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവരെല്ലാം മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കഴിയുമെന്ന്. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാനതാ പറഞ്ഞ രാഷ്ട്രീയമായി ഇതിനൊരു മറ്റൊരു മാനം കൊടുത്തത് വഴി യഥാർത്ഥത്തിൽ ഈ ആൾക്കാരിലേക്ക്, ഈ ലേഡിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. നോക്കൂ,
റിപ്പോർട്ടർ ചാനലിൻ്റെ, ഇപ്പോഴത്തെ റിപ്പോർട്ടറല്ല അന്നത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മാധ്യമപ്രവർത്തക കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ എന്താണ് അവിടെ സംഭവിച്ചെന്നും എന്താണ് റിപ്പോർട്ട് ചെയ്യാതെ പോയതെന്നും ഉള്ളതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ അറിഞ്ഞിട്ടും സാധാരണ വീട്ടിലിരിക്കുന്നവരിലേക്ക് ആ സത്യം എത്തിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാധ്യമ പ്രവർത്തനമല്ല, അധമ പ്രവർത്തനമാണ് അന്ന് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അത് അപർണ സെൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ കുറിപ്പിൽ നിന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ തന്നെ നോക്കൂ, തെരഞ്ഞെടുപ്പ് ആണെന്നും പറഞ്ഞ് വിമർശിക്കപ്പെട്ട ഒരു കേസാണ് കേരളത്തിലെ അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ്റെ വിഷയത്തിൽ. നോക്കൂ, ഹരീഷ് വളരെ കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിനെ നിങ്ങൾക്ക് വിമർശിക്കാം, എല്ലാം ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ അതിനകത്ത് സത്യമുണ്ടോ എന്നുള്ളത് കണ്ടെത്താതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഔട്ട്റൈറ്റായിട്ട് അദ്ദേഹത്തിനെ എതിർക്കുകയും അദ്ദേഹം ചെയ്തത് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയുമാണ് ഈ നാട്ടിൽ നടന്നത്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ട്രയൽ നേരിടുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അത് ഒരാൾ സത്യം വിളിച്ച് പറഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ അവർ കേസെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീടുള്ള ഡെവലപ്മെൻറ്റ് എന്താണ്? ആ വീട്ടിലെ 2 പേരും പ്രതികളായി മാറുന്നു. എന്നുവെച്ചാൽ വിറ്റ്നസ് ബോക്സിൽ നിന്ന് അവർ അക്യൂസ്ഡിൻ്റെ ബോക്സിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അങ്ങനെ തോന്നിയിട്ടാണല്ലോ അല്ലേ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇപ്പോൾ CBI ഏത് തന്നെ ആകട്ടെ, ആര് തന്നെ ആകട്ടെ, അവർ ചുമ്മാതെ ഇപ്പം ഇതൊരു രാഷ്ട്രീയമായി നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല CBIയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അങ്ങനെ കണക്കാക്കുന്നുമില്ല. അപ്പോൾ CBI കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ വീട്ടിൽ താമസിച്ച 52 ദിവസം മുമ്പ് ഒരു കുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കറക്റ്റീവ് മെഷേഴ്സും നടത്താത്ത, എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്ന CBI ഇവരെ വിറ്റ്നസ് ബോക്സിൽ നിന്ന് അക്യൂസ്ഡിൻ്റെ ബോക്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരള പോലീസ് അത് കൃത്യമായി എത്തിച്ചേരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആ ഡെവലപ്മെൻറ്റ് താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. എത്രയൊക്കെ എറർ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചെന്നിരിക്കട്ടെ, ബാക്കിയൊക്കെ ഒരു കളിച്ചെന്നിരിക്കട്ടെ, പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം ആ കുട്ടികൾക്ക് ജസ്റ്റിസ് കിട്ടുക എന്നുള്ളതാണ്. ആ നീതി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു യാത്രയിൽ തന്നെയാണ് നാം എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ TM ശശി, അക്കാര്യത്തിൽ നിങ്ങൾക്കും സംശയമൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ആ പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ദിവസം മുതൽ സ്ത്രീകൾക്ക് കൊടുത്ത, പെൺകുട്ടികൾക്ക് കൊടുത്ത ഒരു വലിയ വാക്കാണ്. അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പോലും കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള വിശ്വാസം എന്നത് ഒന്നുകൂടി ഇപ്പോൾ ഉറയ്ക്കുന്നു. അതിൽ മാധ്യമങ്ങളോ സാംസ്കാരിക നായകരിൽ ചിലരോ ചില പ്രതിപക്ഷ പാർട്ടികളോ നേതാക്കന്മാരോ ഒക്കെ ഇറങ്ങിത്തിരിച്ചാലും നിങ്ങൾക്കതിന് തടസ്സമുണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകുകയല്ലേ വേണ്ടത്? TM ശശി, ഇതിൽ ഞാനതിൻ്റെ കേസിൻ്റെ വല്ലാണ്ട് അടിയിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് നിങ്ങൾ ആദ്യം വിളിച്ചപ്പോൾ. പക്ഷേ ഇവിടെ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞപ്പോൾ അതിൽ ചില വിഷയങ്ങൾ പറഞ്ഞു പോകണമെന്ന് തന്നെ ഞാൻ കരുതാണ്. നോക്കൂ, അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞെന്താ അറിയോ, 2012 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന നോർമൽ സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായുള്ള ചേർക്കലാണെന്ന. അല്ല സാർ, അത് തിരുത്തണം. നിങ്ങളിപ്പോൾ കോടതി CBI കുറ്റപത്രത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, കുറ്റകരമായ അനാസ്ഥ, കണ്ടിട്ടും അറിയിച്ചില്ല എന്നല്ല, കുറ്റകരമായ അനാസ്ഥ ആ വീട്ടില് ഇവർക്ക് 2 പേർക്കും പറ്റിയിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ചെറിയ സംഭവമല്ല, അത് അറിഞ്ഞിട്ടും അറിയിച്ചില്ല എന്നുള്ള സാധാരണ വരുന്നതല്ല. 1. 2, ഇവിടെ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞല്ലോ, നേരത്തെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയോ, ഒരു ക്രൈം നടന്നു, പ്രത്യേകിച്ച് ഇതുപോലുള്ള പോക്സോ വിഷയത്തിൽ ഒരു ക്രൈം നടന്നു. ക്രൈമിൽ ശിക്ഷിക്കാനുള്ള അല്ലെങ്കിൽ പ്രാഥമികമായ കേസിൽ എല്ലാവരും എടുക്കാനുള്ള ഒന്നാമത്തെ എവിഡൻസ് എന്താ? ഈ വിക്ടിം നേരിട്ട് മൊഴി കൊടുക്കണം. നിർഭാഗ്യവശാൽ ഇവിടെ വിക്ടിം ഇല്ല. 2 കുട്ടികളും ആത്മഹത്യ ചെയ്തു. രണ്ടാമത്തെ ഇഷ്യൂസ് എന്താണ്? എന്താ, ആ സംഭവ ദിവസമോ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലോ ആയിട്ട് ഇത്തരം ഒരു ക്രൈം അവിടെ നടക്കണം. ആ ക്രൈം അവിടെ ആ ദിവസങ്ങളിലായി നടന്നതായിട്ട് പറയുന്നില്ല. ഇനി മൂന്നാമത്തെ പ്രശ്നം പറയണത് എന്താ? മൂന്നാമത്തെ പ്രശ്നത്തിലേക്ക് വരുമ്പോഴാണ് അതിലേറ്റവും ഈ കേസ് ഇത്രത്തോളം പ്രശ്നത്തിലാവാനുള്ള വിഷയമാണ് മൂന്നാമത്തെ വിഷയം.
അവരുടെ കൂടെ നിൽക്കുന്നവർ, വേണ്ടപ്പെട്ടവർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, മാതാപിതാക്കൾ, അവരെ സ്നേഹിക്കുന്നവരെല്ലാം ഈ കേസ് ഏത് വിധേനയും എൻ്റെ മക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ നാട്ടുകാർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കളും മറ്റുള്ളവരും പുറത്തു വരവാണ്. ഇവിടെ അത് ഉണ്ടായോ? അവിടെ അത് ഉണ്ടായില്ല. ഞാനിതിൽ താഴേക്ക് വല്ലാതെ പോകേണ്ട തീരുമാനിച്ചത് മനഃപൂർവ്വം തീരുമാനിച്ചതാണ്. ഞാൻ ഈ അമ്മ എന്നുള്ളവരെ എനിക്ക് നേരിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകേണ്ട തീരുമാനിച്ചാണ്. ഞാൻ വീണ്ടും പറയുന്നു, മൂന്നാമത്തെ ദിവസം, രണ്ടാമത്തെ കുട്ടി മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ആ വീട്ടിൽ പോയപ്പോൾ എന്താ ഉണ്ടായതെന്ന് നേരിട്ട് കണ്ട ഒരാളാണ്. എനിക്ക് വളരെ സങ്കടത്തോടുകൂടി ഞാൻ അവിടെ ഇറങ്ങി വന്നത്. ഇനി അതിന്റെ അടുത്ത വിഷയം എന്താ അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഞാനിവിടെ പറയേണ്ട അന്ന് എൻ്റെ ഒരു വിഷമം വേറെന്താ അറിയോ? ഈ വാളയാർ വിഷയമായി വന്നിട്ട് ഒരു 15ഓ 20ഓ വട്ടം ചാനൽ ചർച്ചയ്ക്ക് പോയ ഒരാളാണ് ഞാൻ. ആ 20 വട്ടവും എനിക്ക് ഇവിടെ സംഭവം നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഈ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് അറിയാം, അവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർ മുമ്പിൽ വന്ന് പറയുമ്പോൾ എനിക്കിത് പറയാൻ പറ്റാതെ, ഞങ്ങൾക്കിത് പറയാൻ പറ്റാതെ, എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ പറ്റാതെ ഒക്കെ നീതി കിട്ടും, സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ വരും 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 പറഞ്ഞിട്ട് പോകേണ്ടി വരുന്നൊരു ഗതികേടുണ്ടല്ലോ, അത് വലിയ ഗതികേടാണ്. എന്നാൽ ഞാൻ ഇപ്പൊ വേർന്ന് പറയട്ടെ, ഇവരിപ്പോ പ്രതികൾ 5 പേരുണ്ടായിരുന്നല്ലോ. അതിൽ ആരാ പ്രതികള്? ഒന്ന് സ്വന്തം ചേച്ചിയുടെ മകനാണ്. ഈ അമ്മ എന്ന് പറയുന്നവരുടെ സ്വന്തം ചേച്ചിയുടെ മകനാണ് ഒന്ന്. മറ്റൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 1.5 വർഷമായി, സംഭവം നടക്കുന്ന 1.5 വർഷമായി ഒരു ഒറ്റമുറി വീടിൽ ആരൊക്കെ താമസം? ഒന്ന്, ഇവർക്ക് നേരത്തെ ഉണ്ടായ വിവാഹത്തിലുണ്ടായ 2 പെൺകുട്ടികൾ, അതായത് ഈ മരിച്ച 2 പെൺകുട്ടികൾ. മറ്റൊന്ന്, അതിനുശേഷം ഇവരുടെ കൂടെ താമസിക്കുന്ന കൂടെ താമസിക്കുന്ന നിങ്ങൾ മാധ്യമങ്ങൾ ചിലരെങ്കിലും അച്ഛൻ എന്ന് പറയുന്ന ആൾ. ഒന്ന് ഈ അച്ഛനിലുണ്ടായ ഈ പറഞ്ഞ രണ്ടാമത്തെ ആളുണ്ടായ അതിലൊരു കുട്ടി, 3 കുട്ടികളെ. പിന്നെയോ ആരാണെന്ന് അറിയാത്ത, ഒരു നിലയിലും ബന്ധമില്ലാത്ത ഒരു ഇടുക്കിയിലെ ഒരു കക്ഷി ഈ വീട്ടിൽ വന്ന്, ഈ കേസിൽ പ്രതിയാണ്, വീട്ടിൽ വന്ന് 1.5 വർഷമായി താമസിക്കുന്നു. ആ നാട്ടിലുള്ളവരൊക്കെ ഇവരോട് കടുത്ത എന്താ വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം ഈ കുട്ടി ഇവരോട് പറയുന്നുണ്ട്. ഈ കുട്ടി ഇവരോട് പറഞ്ഞ വിവരം ഈ കുട്ടി അവരുടെ തൊട്ട് അയൽവക്കത്ത് പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ ഒരു അടുത്ത കൂട്ടുകാരിയുണ്ട്, ആ കൂട്ടുകാരിയൊന്നും പറയാൻ പറ്റില്ലല്ലോ, കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. ആ കൂട്ടുകാരി എല്ലാം CBIക്കും പോലീസിനും കൃത്യമായി മൊഴി കൊടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം അമ്മ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി പറയട്ടെ, അമ്മ അറിഞ്ഞിട്ടുണ്ടെന്ന വിഷയം ഈ ഷിബു എന്ന് പറഞ്ഞ ഇവരുടെ ചേച്ചിയുടെ മകനാണ് ഇപ്പൊ മരിച്ചത്. ഷിബു എന്ന് പറയുന്നയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നും, മധു എന്ന് പറയുന്ന ആൾ ചേച്ചിയുടെ മകനാണ് മധുവും ഷിബുവും ഇങ്ങനെയൊക്കെ ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും, ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ പറഞ്ഞിട്ടും ഇയാൾ ഈ മധുവിന്റെ വീട്ടിലായിരുന്നു ഇവർ 1.5 മാസത്തോളം പോയി താമസിക്കണം, അവരുടെ വീട്ടിൽ പോയി താമസിക്കണം. അങ്ങനെ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പ്രതിചേർക്കപ്പെട്ടവർ, പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിചേർക്കപ്പെട്ടവരെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്ത്, പോലീസ് വിളിച്ചാൽ ഇവർ മൊഴി കൊടുക്കാൻ പോവില്ല, കോടതിയിലേക്ക് മൊഴി കൊടുക്കാൻ പറ്റില്ല, ഇവർ കൃത്യമായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല. ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞല്ലോ, 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് എവിടെയാ? ഒരു നിലയിലും ഇവർ ഭാവിയിൽ എങ്ങാനും മൊഴി മാറ്റിയെങ്കിലോ, അപ്പൊ ഇത്തരം മൊഴി മാറ്റിയാൽ ഈ കേസിന്റെ കരുത്ത് കുറയരുത്, ആ കേസിന്റെ ഗ്രാവിറ്റി കുറഞ്ഞു പോകരുതെന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളല്ലാത്ത മറ്റാരെങ്കിലുമാണ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക CRPC. പക്ഷെ ഇവിടെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ആദ്യം തന്നെ മനസ്സിലായി, ഈ അമ്മ ഒരു നിലയിലും ഇതിന് കൂട്ടുനിൽക്കില്ല, ഈ പ്രതികളെ രക്ഷിക്കാൻ അമ്മ വേണ്ടതെല്ലാം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ അന്നത്തെ DYSP സോജൻ കൃത്യമായി 164 സ്റ്റേറ്റ്മെന്റ് എടുത്തത്. 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയുമെന്നൊരു വിവരം കൂടി സോജൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നേരെ സോജനെ തിരിയുന്നത്. പിന്നെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ പ്രതികൾ ഒന്നുകൂടി ഞാൻ കൂട്ടി പറയാം. കുട്ടി മരിച്ച 4ാമത്തെ ദിവസം, രണ്ടാമത്തെ കുട്ടി മരിച്ച 4ാമത്തെ ദിവസം, അന്ന് പാർട്ടി CPIM സ്റ്റേറ്റ് സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. അന്ന് സഖാവ് അവരുടെ വീട്ടിൽ കാണാൻ പോകുന്നുണ്ട്. വീട്ടിൽ കാണാൻ പോയിട്ട് നേതാക്കളൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ. കാണാൻ പോയി ആ വീട്ടിലിരുന്ന് സംസാരിച്ച് അറിയുമ്പോൾ ഈ അമ്മ നേരെ മുമ്പിൽ വന്നിട്ട്, അമ്മ എല്ലാം വന്നിരിക്കും, അങ്ങനെ ഉള്ളിരിക്കുമല്ലോ, അവരെല്ലാവരോടും വന്ന് വളരെ സിമ്പിളായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. അവർ പറയുന്നൊരു വാചകം ഉണ്ട്, കോടിയേരി എണിക്കുമ്പോൾ അവർ പറയുന്ന വാചകം എന്താ അറിയോ? പോയി ആരാ? 2 പെൺമക്കൾ കേട്ടോ, 13ഉം 9ഉം വയസ്സുള്ള 2 പെൺമക്കൾ മരിച്ച അമ്മയാണേ. പോയി എൻ്റെ മകനെ തന്നെയാണ് കൊണ്ടുവരിക, ചേച്ചിൻ്റെ മകനെ കൊണ്ടുവരിക്കുന്നത്, എൻ്റെ മകനെ തന്നെയാണ് കൊണ്ടുവരിക്കുന്നത്, അവരൊന്ന് വിടാൻ സാറൊന്ന് ഇടപെടണം. അപ്പോൾ കോടിയേരിക്ക് മനസ്സിലായില്ല, എന്താ വിഷയം എന്ന് മനസ്സിലായില്ല. അപ്പോൾ കോടിയേരി പുറത്തിറങ്ങിയിട്ട് നേതാക്കളോട് ചോദിച്ചു, അല്ല എന്താ അവർ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഇതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഇന്നാളെ തന്നെയാണ്, അവരെ വിടാൻ. ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് കോടിയേരി വണ്ടി കയറി പോകണം. ഞാൻ പറഞ്ഞത്, ഈ കേസിൽ പ്രതികളെ
രക്ഷിക്കണമെന്ന് ആദ്യം മുതൽ ഇടപെട്ട് നടന്നത് അവർ തന്നെയാണ്. അതിന്റെ പ്രശ്നമാണ് അവിടെ. നിയമ സംവിധാനത്തെ ഇവരെ കൊണ്ടുവരണ്ട, എന്നാലേ പറ്റൂ, കഴിയില്ല. ഇവിടെ അതിന്റെയൊക്കെ ഇതിനേക്കാൾ വലിയ കുഴപ്പമുണ്ടായത് എവിടെയെന്നറിയോ? നിങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നതിന്റെ പ്രശ്നം ഇവരിങ്ങനെയാണ് എന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. CR നീലകണ്ഠൻ സമരസമിതി പന്തൽ കെട്ടാൻ വേണ്ടി അട്ടപ്പള്ളത്ത് പോയപ്പോൾ നാട്ടുകാരെ ഇറങ്ങി ഓടിച്ചു വിട്ടു. ഇവിടെയൊന്നും അതിന് പേരും പറഞ്ഞ് വരണ്ട, മുതലെടുപ്പൊക്കെ നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് വേറെ എവിടെ പോയി നടത്തിയാൽ മതി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വാളയാർ വരണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാർ സംഘടിച്ചു. ആ നിലയിലുള്ള പ്രശ്നത്തിലേക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കൊടും പാതകം ഈ കേരളത്തോട് ആ രണ്ട് കുട്ടികളോടും ചെയ്തത് ഈ ജമാഅത്ത് ഇസ്ലാമി അല്ലേ? ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ കുട്ടികളുടെ അമ്മയെ കൊണ്ട് നാട് മുഴുവൻ നടന്നില്ലേ? ഈ CR നീലകണ്ഠൻ നടന്നില്ലേ? ജയശങ്കർ നടന്നില്ലേ? MN കാരശ്ശേരി നടന്നില്ലേ? കോൺഗ്രസും BJP നടന്നില്ലേ? ലക്ഷ്യം എന്തായിരുന്നു? പിണറായിക്കെതിരെ 4 പറയാന്നുള്ളതായിരുന്നില്ലേ? CPM-നെതിരെ ആക്ഷേപിക്കാന്നുള്ളതായിരുന്നില്ലേ? എന്തെങ്കിലും മനസ്സാക്ഷിയുടെ തരുമ്പുണ്ടെങ്കിൽ, നിങ്ങൾ ആ കുട്ടിയോടും ഈ നാടിനോടും തരുമ്പുണ്ടെങ്കിൽ ഇതിൽ ചില വിഷയങ്ങൾ വസ്തുതകളുണ്ട്, അത് സത്യത്തിന്റെ വഴിക്ക് പോട്ടെ, അവർ മാറി നിൽക്കണ്ടേ? ഇവരിവിടെ നടന്ന് മൊട്ടയടിക്കുന്നു, ധർമ്മടത്തിൽ കൊണ്ടുവന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഈ സഹോ MP രാജേഷിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നു. സഹോ AK ബാലനെ അനാവശ്യമായ വിഷയത്തിൽ ആവശ്യമില്ലാത്ത പരാമർശം നടത്തി AK ബാലൻ സഹായിച്ചില്ല എന്ന് അനാവശ്യമായ സ്ത്രീ ഇന്നും പറഞ്ഞിട്ടുണ്ട്. അവർ ഇന്നും പറഞ്ഞിരിക്കുന്ന ഒരു ചാനലിന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. അന്നത്തെ DYP കേന്ദ്ര കമ്മിറ്റി നിതിനെതിരെ അനാവശ്യം പറയുന്നു. ഇങ്ങനെ മുഴുവൻ അനാവശ്യം പറയുന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയാണ്. അതിന് കൂട്ടുനിന്നവരാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയും ഈ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രതിപക്ഷവും. അവർ ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് ലാല് പറഞ്ഞത്. ഞാൻ പറഞ്ഞു മാപ്പെന്ന് പറഞ്ഞു, കാരണം ആ മാപ്പിനൊന്നും ഒരു വിലയുമില്ല. അത്രമാത്രം ക്രൂരമാണ് അവർ ഈ കേരള സമൂഹത്തോട് ചെയ്തത്. ആ ക്രൂരത ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവർ തിരിച്ചറിയും. ഞാൻ പറഞ്ഞുതരാം, സേനാപതിയോട് ഒന്നുകൂടി പറഞ്ഞു വെക്കണം. എന്താ അറിയോ? അങ്ങനെയുള്ള കേരളത്തിൽ ഇപ്പൊ ഒറ്റ കാര്യം കൂടി പറഞ്ഞു, ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കാം. അവർ പറഞ്ഞെന്താ അറിയോ? അങ്ങനെ ഇത്ര നല്ല പിണറായിയാണ് ഭരിക്കുന്നെങ്കിൽ, അത്ര നല്ല മുഖ്യമന്ത്രിയാണെങ്കിൽ, കേരളം അത്ര സെക്യൂർ ആണെങ്കിൽ, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ഇന്നും സംഭവം വീണ്ടും ഉണ്ടായാലോ, ഇന്നും വേറൊരു പീഡനം ഉണ്ടായാലോ എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇത്തരം സംഭവങ്ങളെല്ലാം നാട്ടിൽ നടക്കുന്നതൊക്കെ പോട്ടെ, നടക്കും. ചിലപ്പോൾ ഇത്തരം ഈ ആളുകൾ ഉണ്ടാകുമ്പോൾ ക്രിമിനൽ സ്വഭാവമുള്ളവരെ അവരൊക്കെ നടക്കും. പക്ഷെ നടക്കുമ്പോൾ, ഇത്തരം കുഴപ്പങ്ങൾ നടക്കുമ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു സർക്കാർ എന്ന നിലയിൽ അതിനോടെടുക്കുന്ന സമീപനമാണ് പ്രശ്നം. ആ സമീപനമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇന്നും പിണറായിയെയും സർക്കാരിനെയും വിശ്വസിക്കുന്നതിന് കാരണം. ഇത്തരം എന്ത് കുഴപ്പം നടന്നാലും വിശ്വസിച്ച് സർക്കാരിലേക്ക് പോകാം. സർക്കാർ എത്ര ഉന്നതനാണെങ്കിലും, വീണ്ടും ആവർത്തിക്കുന്നു, ഈ കേരളത്തിലെ സ്ത്രീകൾക്കെതിരായി വരുന്ന വിഷയത്തിൽ എത്ര ഉന്നതനാണെങ്കിലും അവരഴിയണമെന്നുള്ള ഉറപ്പാണ്, ആ വിശ്വാസമാണ് ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 8.5 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ ബോബി ചൗണ്ടൂരി ആയിക്കോട്ടെ, അതിനു മുമ്പുണ്ടായ ദിലീപ് ആയിക്കോട്ടെ, ഇപ്പൊ ഇന്നലെ പീഡന വിവരം പുറത്തു വരുമ്പോഴേക്ക് പ്രതികൾ മുഴുവൻ അകത്തായിക്കൊണ്ടിരിക്കുന്നതിന്റെ വിഷയം കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരം സ്ത്രീകൾക്കെതിരായ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വാളയാർ വിഷയം. അതിന്റെ പിന്നാലെ നടന്നവർ മുഴുവൻ തലയിൽ മുണ്ടിട്ട് നടക്കട്ടെ, കേരളത്തോട് മാപ്പ് പറയട്ടെ. അവർ മേലാലെങ്കിലും അവർ നിലപാട് തിരുത്തി മുന്നോട്ട് പോകട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോ തിരുത്തി പറയുന്നത്, ഇപ്പോ TM ശശി പറഞ്ഞതുപോലെ തന്നെ എത്ര വലിയവനാണെങ്കിലും പിണറായി ഭരിക്കുന്നത് കൊണ്ട് അവർക്ക് അകത്ത് കിടക്കേണ്ടി വരും, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് തെളിവ് സഹിതം ആളുകളുടെ മുമ്പിലേക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, അവിടെ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടാകും, പിണറായി വിജയനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം നിങ്ങൾക്കുണ്ടാകും, ഇടത് സർക്കാരിനോട് നിങ്ങൾക്ക് രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകും. പക്ഷേ അതിലെങ്ങനെയെങ്കിലും ആളുകളുടെ മുമ്പിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി, പണ്ട് പെരുമ്പാവൂരിൽ അവർ ജയിച്ചത് കണ്ടില്ലേ, അതുകൊണ്ട് നമുക്ക് വാളയാർ എടുത്തേക്കാം എന്ന ഒരു ബോധത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ പറയുന്ന പെൺകുട്ടികൾക്കുള്ള രക്ഷാബോധമല്ലേ ഇല്ലാതാക്കുന്നത്? സ്വന്തം അമ്മമാരുടെ ഇടയിൽ പോലും പെൺകുട്ടികൾക്ക് രക്ഷയില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് നമ്മൾ അനുവദിച്ചു കൊടുക്കാമോ? നിങ്ങൾ തെറ്റ് തിരുത്തണ്ടേ? ഈ സ്ത്രീകളോട് അല്പമെങ്കിലും നിങ്ങൾക്ക് ഒരു കാരുണ്യമുണ്ടെങ്കിൽ. അല്ല, ഈ സ്ത്രീയോടുള്ള കാരുണ്യമില്ലായ്മയോ അല്ലല്ലോ പ്രശ്നം. ഈ കേസിനകത്ത് ഇവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കർത്തവ്യമാണ്. ഇവിടെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ലാൽകുമാർ പറഞ്ഞത് രാഷ്ട്രീയ സമൂഹത്തെ നോക്കിയല്ലോ കേസ് അന്വേഷിക്കുന്നത്. ഞാൻ കണ്ണൂരിൽ നടന്ന ഒരു സംഭവം, ഒരു വീട്ടമ്മ, എന്താ പറഞ്ഞ യുവദമ്പതികളാണ്, അവരുടെ കുട്ടി കടലോരത്ത് എന്താ പറഞ്ഞ ഈ തിട്ടയിടിയാതെ കിടക്കുന്ന, അതിനു വേണ്ടി കല്ലടിക്കുന്നിടത്ത് അവരുടെ മൃതശരീരം കിടന്ന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ വീട്ടമ്മയാണ് അലമുറയിട്ട് കരയുന്ന, എൻ്റെ കുഞ്ഞിനെ കണ്ടില്ല, അപ്പോൾ ആരോ എടുത്തുകൊണ്ട് പോയി, കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. ഒരു ദിവസമാണോ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മൃതശരീരം കിട്ടി. പിറ്റേ ദിവസം കേരളം കാണുന്ന വാർത്ത, കേൾക്കുന്ന വാർത്ത, ഈ അമ്മ തന്നെയാണ് ഈ കുട്ടിയെ കൊണ്ടുപോയി എറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പൊ എന്തേ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു തോന്നൽ വരാനും അന്വേഷണം നടത്താനും അവർക്ക് മനസ്സുണ്ടായത്? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനമാണ്. ഇവിടെ
തുടക്കം മുതൽ തന്നെ ഞാൻ ശ്രീ ശശി പറഞ്ഞത് ഇതിന്റെ വോയിസ് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ എന്റെ ഓൺലൈനിന്റെ തകരാറാണോ അപ്പുറം എന്നുള്ളതാണോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഈ കേസ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇതിനകത്തെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് ഒന്നാമത്തെ കുട്ടിയുടേതും കൊലപാതകം തന്നെയായിരുന്നു. അത് ആത്മഹത്യയായിട്ട് ചിത്രീകരിച്ചു. രണ്ടാമത് വന്നപ്പോഴും അത് തന്നെയാണ്. അല്ല, ഇതിപ്പോ ടി.എം. ശശി പറഞ്ഞതനുസരിച്ച് ഇപ്പോ അവിടെയുള്ള നാട്ടുകാർക്ക് പലർക്കും അറിയാം, മാധ്യമങ്ങൾക്കറിയാം, പ്രതിപക്ഷത്തിലെ ആളുകൾക്കൊക്കെ അറിയാമെങ്കിൽ നിങ്ങളെങ്കിലും ആ കാര്യം ചൂണ്ടിക്കാട്ടണ്ടേ? നിങ്ങൾക്ക് അത്ര ധാർമ്മിക ബോധമുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയണ്ടേ, പോലീസ് നടപടി എടുക്കണം, ഈ അമ്മയ്ക്കെതിരെയും കാര്യങ്ങൾ ഉണ്ട്, അവരും ഈ കേസ് അനുസരിച്ച് പോകട്ടെ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, അത് ഞങ്ങൾക്കല്ലല്ലോ വിവരം കിട്ടുന്നത്, അത് അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ. അല്ല, ഇത് എല്ലാവർക്കും അറിയാലോ. അല്ല, ഞാനോ ലാലോ അല്ലല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നണ്ടേ 8 അടി ഉയരത്തിലുള്ള ഉത്തരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കുട്ടി അങ്ങനെ ഉത്തരത്തിൽ തൂങ്ങിക്കിടക്കാൻ സാഹചര്യമില്ല, അതൊരു മർഡർ ആണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ആളുണ്ട് എന്നത് അന്വേഷിക്കണ്ടേ? ആ പോലീസ് ഉദ്യോഗസ്ഥരും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥനിൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഉദ്യോഗസ്ഥന് ചെറിയ വീഴ്ച വന്നത് അപ്പം തന്നെ തിരുത്തി പുതിയ ഉദ്യോഗസ്ഥനിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ല, അതോടുകൂടി അതിനുശേഷം വന്ന കാര്യങ്ങളിലൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തിക്കൊണ്ട് സമര മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പുതിയ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഈ മൊഴി കൊടുക്കുന്നതിൽ പോലും അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ 164 കൊടുത്ത കാര്യത്തിൽ പോലും ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ കാര്യങ്ങളെ മാറ്റി പിന്നീട് പറഞ്ഞുകൊണ്ട് ഒക്കെ നടത്തിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അതിൻ്റെ കൂടെ രാഷ്ട്രീയമായി നിങ്ങൾ എങ്ങനെ നിന്നു? 2021 ഈ പറയുന്ന അമ്മ സ്ഥാനാർത്ഥിയായത് നമ്മൾ കണ്ടല്ലോ. നിങ്ങൾ എവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ? അല്ല, അമ്മ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയൊന്നും അല്ലല്ലോ. നിങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല, നിങ്ങളുടെ ആശീർവാദമുള്ള എങ്ങനെ നിങ്ങളുടെ ആശീർവാദമുള്ള ആളുകളാണല്ലോ ഇവരൊക്കെ. എങ്ങനെ ആശീർവാദം? തിരിഞ്ഞില്ല ലാലെ, എന്നാ പറഞ്ഞു? നിങ്ങളുടെ അനുഗ്രഹമുള്ളവർ. അവിടെ UDFന് സ്ഥാനാർത്ഥിയുണ്ട്. ആര് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം? അവരുടെ 2 മക്കൾ മരിച്ചതിലുള്ള പ്രതിഷേധം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ അവർക്ക് പ്രകടിപ്പിക്കാനുള്ള അവകാശം ഇവിടെ ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ പിണറായി വിജയനിൽ വിശ്വാസമുള്ള ആളുകളോട് ഞാൻ ശശിയോട് ഓർമ്മപ്പെടുത്തുന്നു, കുമളിയില് വണ്ടിപ്പെരിയാറ്റില് അവിടെ 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് എങ്ങനെ മരിച്ചു എന്നുള്ളത് പ്രതി അവൻ ഉളിപോരെ ഊരിപ്പോയല്ലോ. ആ കുട്ടിക്ക് നീതി കിട്ടണ്ടേ? എന്താ ആ കുട്ടിക്ക് നീതി കിട്ടാത്തത്? ആ കുട്ടിക്ക് നീതി കിട്ടാത്തതും കേസിലെ പ്രതി CPM ബന്ധമുള്ളവനായതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ളവനായതുകൊണ്ട് ആ മർഡർ കേസിൽ പോസ്റ്റ്മോർട്ടം പോലും നടത്തണ്ട എന്ന് ആവശ്യപ്പെട്ടത് അവിടുത്തെ സ്ഥലം MLA. നിങ്ങൾ അറിയണം, ഇവിടെ സ്ത്രീ സുരക്ഷയെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ആ സ്ത്രീ സുരക്ഷയെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിലാണ്. ഇതിനിടയിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നമുക്കിപ്പോ അതെല്ലാം വെരിഫൈ ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. ലാൽ അങ്ങനെ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർഫിയറൻസ് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അല്ല, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് അറിയേണ്ടത് ഈ കേസിലെ കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾക്കെതിരെ കേസുണ്ടായിട്ട് അവർ സുപ്രീം കോടതി പോയി ജാമ്യം എടുക്കാനുള്ള അവസരം കൊടുത്തതിന് ശേഷമല്ലേ അവരുടെ കേസിന്റെ കാര്യം പരിഗണിച്ചത്. എന്റെ ഈ നടപടിയൊന്നും അന്നുണ്ടായില്ല. അപ്പൊ ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം ലാൽ. അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട് അവരെ അന്ന് അറസ്റ്റ് ചെയ്തില്ല? അവർക്ക് സുപ്രീം കോടതി പോയി ജാമ്യം എടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവര്, അതല്ല എങ്കിൽ എന്താ പറയുക, സേനാപതി വേണം. ഒരു ഒറ്റ കാര്യം, ഈ വാളയാർ കേസിൽ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ 2 പെൺകുട്ടികൾ ഈ രീതിയിൽ അസ്വാഭാവികമായി മരണപ്പെടുന്ന ഒരു സംഭവമാണ്. അതെവിടെയാണ്, എങ്ങനെയാണ് രാഷ്ട്രീയമായി മാറിയത്? ആദ്യത്തെ ഒരു കുട്ടി മരണപ്പെട്ടപ്പോൾ പോലും ഇല്ലാത്ത രാഷ്ട്രീയ താല്പര്യം നിങ്ങൾക്ക് വന്നത് എങ്ങനെയാണ്? എവിടെ നിന്നാണ് ഈ മുദ്രാവാക്യം ഇത് പിണറായിയുടെ പോലീസിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എവിടെ നിന്നാണ്? അല്ല, അതിന് 1.5 കൊല്ലം മുമ്പാണല്ലോ പെരുമ്പാവൂരിൽ നിന്ന് നിങ്ങൾ തുടങ്ങിയത്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പരാജയം, രമേശ് ചെന്നിത്തലയുടെ പരാജയം, അതുകൊണ്ടാണ് ആ കേസ് തെളിയാതെ പോയത് എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ കേരളം മുഴുവൻ സമരം നടത്തിയത്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. 2 പിഞ്ച് കുഞ്ഞുങ്ങൾ, ഒന്ന് 13 വയസ്സ്, ഒന്ന് 9 വയസ്സ്. ഈ കുഞ്ഞുങ്ങളുടെ നിങ്ങൾ പെരുമ്പാവൂരിൽ ഉയർത്തിയ മുദ്രാവാക്യം അവർ തിരിച്ച് വാളയാറിൽ തന്നു, അത്രേ ഉള്ളൂ. എങ്ങനെ? ശശിയോടാണ്. എങ്ങനെ? ഞാനതിന് ഒറ്റ വാക്കിൽ മറുപടി പറയാം. പെരുമ്പാവൂരിലെ പ്രശ്നം എന്താ? പെരുമ്പാവൂരിലെ പ്രശ്നം ഈ പ്രതിയിലേക്ക് പോലീസ് പോകുന്നില്ല. പ്രതിയിലേക്ക് പോലീസ് പോകാതെ വന്നിട്ട് അവസാനം അന്നത് ഓർമ്മയില്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. പ്രതികളെ കിട്ടാതെ വന്നപ്പോ
ഉപയോഗിച്ചത് എന്ന് സംശയിക്കുന്ന ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ട് പോലീസ് ഇതിന് വരുന്നുണ്ട് കാത്തിരിക്കുകയാണ്. അതല്ല ഇന്നത്തെ പോലീസ്. ഇന്നലെ നോക്ക്, കുമളിയിൽ ഇന്നലത്തെ പീഡനം നടന്നിരിക്കുന്നു. പീഡനം നടന്നു, ഇപ്പൊ പരാതി വരുമ്പോഴേക്ക് 60 പേർക്ക് അത് കേസായി, 6 പേർ ഇപ്പൊ തന്നെ ജയിലിലടച്ചു. അതായിരിക്കണം പോലീസ്. ഗവൺമെന്റ്, മുഖ്യമന്ത്രി, സർക്കാർ നേതൃത്വം നേരെയാണെങ്കിൽ ഇതുപോലെ പ്രതികൾ പിടിക്കപ്പെടും. നിങ്ങൾ അന്നത്തെ കാലത്ത് നിങ്ങൾ കാണിച്ചത് പ്രതികളെ പീഡനവും ഇത്തരം പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമായിട്ടുണ്ടെങ്കിലും ആ ഉള്ള പ്രശ്നങ്ങളിലോട് എങ്ങനെ നിങ്ങൾ ഇടപെടുന്നു, അവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ, പ്രതികൾ ന്യായമായി അവർക്ക് ശിക്ഷ കിട്ടുന്നുണ്ടോ, അതിൽ വരുന്ന വിക്ടിമിന് അതിൽ വരുന്ന ഇരകൾക്ക് അവർക്കൊരു തൃപ്തി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ വരുന്ന എല്ലാ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം ഇരകൾക്ക്, അതിൽ ഭാഗമാകുന്നവർക്ക് അവർക്ക് സമാധാനം, എനിക്കിങ്ങനെ സംഭവിച്ചെങ്കിലും ഗവൺമെന്റ് അതിൽ ന്യായമായി ഇടപെടുന്നുണ്ടല്ലോ എന്ന തൃപ്തിയുണ്ട്. UDF കാലത്ത് അത് ആയിരുന്നില്ല. UDF കാലത്ത് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിൽ ശേഷിയുള്ളവരാണെങ്കിൽ, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ, അത്യാവശ്യം പബ്ലിസിറ്റി ഉള്ളവരാണെങ്കിൽ അവരെ കുറിച്ച് പ്രതിയെ ചേർക്കില്ല, എവിടെയും ഉണ്ടാവില്ല. ശരി, ആ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ലാൽകുമാർ, ആ ഒരു പ്രത്യേകത ഇപ്പോഴുണ്ടല്ലോ. അതായത് പഴയ കാലത്ത് നിന്ന് വ്യത്യാസമുള്ള ഒരു സ്ത്രീപക്ഷ സുരക്ഷ ഇവിടെ ഇപ്പോഴുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് മാധ്യമങ്ങളും സമ്മതിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. നോക്കൂ, അത് സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. സമൂഹത്തിന് അങ്ങനെ മുന്നോട്ട് പോയേ പതിയാവും. സാർ, വുമൺ എംപവർമെൻ്റ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് ഒരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്സാണ്. യു കനോട്ട് റൺ അവേ ഫ്രം സച്ച് തിങ്സ്. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നി, എനിക്കൊരു തെറ്റുപറ്റിയ രീതിയിൽ ഞാൻ പറഞ്ഞൊരു സംശയം. 164 സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ പോലെ തോന്നി. അല്ല, 164 സ്റ്റേറ്റ്മെൻറ്റ് സോജൻ എടുത്തിട്ടുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്തപ്പം തിരിച്ചു പറഞ്ഞ പോലെ എനിക്ക് സംശയമുണ്ട്. കാര്യം ഇവരെ സാധാരണഗതിയിൽ എടുക്കത്തില്ല, പക്ഷേ ഇവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എടുത്തു എന്ന് പറയുന്നതാണ് ശരി. ഞാനത് തിരിച്ചാണോ പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കട്ടെ. അപ്പോൾ അതൊന്ന് ഒരു തിരുത്ത്. ഇവിടെ പിന്നെ രാഷ്ട്രീയ കേരളവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഞാൻ നടത്തി. ആ രാഷ്ട്രീയ കേരളവുമായി ബന്ധപ്പെട്ട പരാമർശം എന്താണ്? നോക്കൂ, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു കാര്യത്തിൽ മുന്നോട്ട് നീങ്ങുമ്പം അത് ഇവരെ ഫ്രെയിം ചെയ്യാനായിട്ടാണ് എന്ന് രാഷ്ട്രീയ കേരളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ ഏജൻസി നഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ എടുക്കുകയാണ്. നിങ്ങൾ എല്ലാം ഇവർ ചെയ്യുന്നതെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പെസിമിസ്റ്റിക് ഐയോടുകൂടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം സമരങ്ങൾ നടക്കുന്നു, സമരസമിതികളുണ്ടാകുന്നു, തർക്കങ്ങളുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇവരെ ഫ്രെയിം ചെയ്യാൻ ഇവർ ചെയ്ത ഒരു വലിയ പാതകമായിട്ട് പോലീസ് അവതരിപ്പിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസ് ഒരു റോങ് അല്ലെങ്കിൽ ബാഡ് ഇൻറ്റൻഷനോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്താണ് രാഷ്ട്രീയ കേരളം ആ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടുന്നത്. അത് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ് അത് നടത്തുന്നത്. അതിനകത്ത് എനിക്കൊരു സംശയമില്ല. ഞാൻ പറഞ്ഞതിന് ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ സെഡ്. പിന്നെ അടുത്തത് നോക്കൂ, അമീറുൽ ഇസ്ലാമിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞു. ഐ വിൽ ഗീവ് എ പാർഷ്യൽ റെഫറൻസ് ടു ദാറ്റ്. എന്താ സംഭവം? ശ്രീലേഖ IPS പിന്നീട് അവർ BJP ചേർന്നു. ശ്രീലേഖ IPS അവരുടെ ഒരു വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ട്, അമീറുൽ ഇസ്ലാം ആണോ ആ സംഗതി ചെയ്തത്, അതോ അയാളെ ഫ്രെയിം ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. ബിക്കോസ് ഹി ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് വാട്ട് ഹാസ് ഹാപ്പൻ ദെയർ എന്നുള്ള രീതിയിൽ ഒരു കേരളത്തിലെ DGP ആയിട്ടിരുന്ന ഒരു സ്ത്രീ തന്നെ പറയുന്നുണ്ട്. അപ്പം അവിടെ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ സയൻറ്റിഫിക് പ്രൂഫ് ഉണ്ടെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഹൈക്കോടതി ആ ശിക്ഷാവിധി അപ്ഹോൾഡ് ചെയ്തതുമാണ്. അതവിടെ നിൽക്കട്ടെ, സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടന്നു എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അന്ന് DGP ആയിരുന്ന ഒരാൾ ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഓടിപ്പോകാനൊന്നും പറ്റില്ല. പിന്നെ ഈ പറയുന്ന സമൂഹത്തിൽ വീണ്ടും ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നത്, അത് നടന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അത് കൽപ്പാന്തകാലത്തോളം നടന്നിട്ടുണ്ട്, കൽപ്പാന്തകാലത്തോളം നടക്കുകയും ചെയ്യും. അത് പൂർണ്ണമായി ഇതിൽ നിന്നൊരു മോചനം മനുഷ്യവംശം ഉള്ളിടത്തോളം കാലം അതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ പറയുന്ന ഡെവലപ്ഡ് നേഷൻസിൽ പോലും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കത് കുറയ്ക്കാൻ ശ്രമിക്കാം, ശിക്ഷ കൂടുതലാക്കാം, സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, ഗവൺമെൻറ്റിന് നല്ല രീതിയിൽ ഇടപെടൽ നടത്താം. നമ്മുടെ പൊതുസമൂഹം അതിനെ എങ്ങനെ തയ്യാറെടുക്കുന്നു, എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് ഒരു സേ ഉള്ളൂ. അല്ലാതെ ഇത് ഇപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം, ഒരമ്മ ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു, ആ കുട്ടിയെ തല്ലിക്കൊല്ലുന്നു, അതിന് ഒരു പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഈ പറയുന്ന സിദ്ദിഖിൻ്റെ കേസിലും അവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ സേനാപതി വേണു പറഞ്ഞ ഒരു വാദം. നോക്കൂ, അറസ്റ്റ് ചെയ്തില്ല, പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് പോലീസിൻ്റെ ഒരു പരാജയമായി നമ്മൾ എല്ലായ്പ്പോഴും ഉയർത്തി കാണിക്കുന്നത് തെറ്റാണ്.
നോക്കൂ, ഇപ്പം IC ബാലകൃഷ്ണൻ ഉണ്ടല്ലോ, IC ബാലകൃഷ്ണനെതിരെ FIR ഇട്ടിട്ടുണ്ടല്ലോ. IC ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അറസ്റ്റ് ചെയ്തിട്ടില്ലാത്തത് പോലീസിന്റെ വീഴ്ചയായിട്ട് കോൺഗ്രസ് കാണുന്നുണ്ടോ? അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എവിഡൻസ് റിക്കവറി. അറസ്റ്റ് വേണോ വേണ്ടായോ അതൊക്കെ ആലോചിക്കും. ചിലപ്പോൾ ഇയാൾ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു തരത്തിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേരളത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോയ എത്ര കേസ് നമുക്ക് പറയാൻ പറ്റും? ശരി, ഇല്ലേ? സുകുമാരക്കുറുപ്പിനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? അപ്പം അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റാത്തവരുടെ ലിസ്റ്റ് എടുത്ത് ഒരു കാര്യത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരിടത്തും എത്തില്ല. പിന്നെ ഒറ്റ കാര്യം കൂടെ പറയാം. അപ്പോഴേ സമയം തരാം. 1.5 മിനിറ്റ് വീതം എല്ലാവർക്കും. സേനാപതി വേണു, ഇപ്പോൾ ഈ കാര്യത്തിൽ നമുക്കറിയാം, രാഷ്ട്രീയമായിട്ട് ഈ വിഷയം ഉയർന്നു വരുന്നത് വരെ ഈ അമ്മയ്ക്ക് പോലും വലിയ പരാതിയൊന്നും ഇല്ലായിരുന്നു. ഈ പോലീസ്, കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നതിലൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി വിഷയം എന്നോട്ട് വരുമ്പോഴാണ് CBI വരണം എന്നൊക്കെയുള്ള വാചകങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ CBI ഒക്കെ കൊടുക്കാൻ വേണ്ടി വലിയ സമരമൊക്കെ നടത്തി, CBIയും കൊണ്ട് വന്നു. ഇപ്പോൾ CBI കാരണം അവർ പ്രശ്നത്തിലായി, അവരിപ്പോൾ പ്രതികളുമായി. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇനി? അല്ല ലാലേ, ഈ കേരളത്തിൽ ഈ സ്ത്രീ പീഡന കേസുകൾ രാഷ്ട്രീയമാക്കുന്നത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ സൂര്യനെല്ലി മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ്. അത് പിന്നെ അതിനുശേഷം നമുക്കിഷ്ടമല്ലാത്തവരെയൊക്കെ ഇങ്ങനെ കേസിൽ പ്രതിയാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായി അത് കഴിഞ്ഞ ഒരു 10-25 കൊല്ലമായി അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ തിരിച്ചടികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അട്ടിമറിക്കപ്പെട്ട വാളയാർ കേസിന്റെ അന്വേഷണം, അത് ആദ്യം മുതൽ തന്നെ ഈ കേസ്, അതിനകത്തെ പ്രതികളായിട്ട് വന്നിട്ടുള്ള ആളുകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമമാണ് ആദ്യം മുതൽ നടന്നിട്ടുള്ളത്. ഇപ്പോ ബഹുമാന്യായ സ്നേഹിതന് ആദ്യമേ ഈ പ്രതികളെ കൊണ്ടുവന്നതാരാ ഇപ്പോ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ അന്വേഷണം CBI ഏറ്റെടുക്കേണ്ടതായിട്ട്. CBI എന്ത് ചെയ്തു? ഈ പ്രതികളെ, ഇതല്ല പ്രതികൾ, വേറെ പ്രതികളാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, കേരള പോലീസ് പറഞ്ഞത് ആത്മഹത്യയാണ് കേസ്. ആത്മഹത്യാ പ്രേരണയും അല്ലേ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോ CBI അല്ലാന്ന് പറഞ്ഞ് വേറെ കണ്ടെത്തിയോ? CBI വേറെ കണ്ടെത്തിയോ? അല്ല, CBI കണ്ടെത്തിയത് ഈ പെൺകുട്ടികൾ ശാരീരികമായി, ലൈംഗികമായി അവർ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് CBI ആണോ കണ്ടെത്തിയത്? ഇത് CBI ആണോ കണ്ടെത്തിയത്? സാർ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കാൻ അറിയാവുന്ന ആർക്കും കണ്ടെത്തായത്. CBI വരണ്ട. അല്ല, ആ നിലയിൽ, അന്നത്തെ നിലയിൽ അന്വേഷണം പോയില്ലല്ലോ. അതല്ലേ ഈ കേസിനുണ്ടായ പാളിച്ച. അന്വേഷണം പോയതുകൊണ്ടല്ലേ 5 പ്രതികളെ അന്ന് പോലീസ് FIR കൊണ്ടുവന്നത്? 5 പ്രതികളില്ലേ അതിനകത്ത്? ഒരാൾ മരിച്ചുപോയി. അല്ല, ഒരാൾ മരിച്ചത് ആത്മഹത്യ ചെയ്തതാണ്. അതെ, ഒരാൾ ആത്മഹത്യ ചെയ്തതാണ്. അത് അവന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും ചിലപ്പം അവന് ആത്മഹത്യ ചെയ്ത്. അല്ല, ഇനി ഞാൻ ശശി പറഞ്ഞതിന്റെ ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞത്, ഇരകൾക്കെല്ലാം നീതി കിട്ടുന്ന ഒരു നാട്ടിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ആ നീതി വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിക്ക് കിട്ടിയില്ല ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ DGPയുടെ പ്രസ്താവനയെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ ചോദിച്ചത്, അന്നത്തെ UDF ഗവൺമെന്റ് കണ്ടെത്തിയ പ്രതിക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഈ പെരുമ്പാവൂരിലെ കേസിൽ പോകാനായിട്ട്. ശരി. എന്തായാലും TM ശശി, വാളയാർ തൊടാൻ നമ്മുടെ സേനാപതി വേണുവിന് അല്പ വിഷമമുണ്ട്. വേണമെങ്കിൽ പെരുമ്പാവൂർ 1 മണിക്കൂർ ചർച്ച ചെയ്യാം. അതിലേക്കാണ് അത് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച ഇനി എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ശശി CPM അവതരിപ്പിക്കാൻ പോകുന്നത്? വാളയാർ, വണ്ടിപ്പെരിയാർ നമുക്ക് ചർച്ച ചെയ്യാവുന്നേ. പിന്നെ വാളയാർ മാത്രമാകുന്നതിനാ നമുക്ക് വണ്ടിപ്പെരിയാറും ചർച്ച ചെയ്യണമല്ലോ. പെരുമ്പാവൂർ വാളയാർ ഞങ്ങൾ അവതരിപ്പിക്കാമോ? പ്രത്യേകിച്ചൊന്നും അവതരിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. 2018 മുതൽ സർക്കാരിന്റെ തലവനെന്ന നിലയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെങ്കിലും കേരളത്തിലെ CPIM എന്ന നിലയിലാണെങ്കിലും എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനം എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് നീതി കിട്ടും. കൃത്യമായി അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകുമെന്നാണ് സഖാവ് പിണറായി പറഞ്ഞത്, പാർട്ടി പറഞ്ഞത്. അത് അറ്റം വരെ പോകുന്നു, അതിന് വേണ്ടതെല്ലാം ചെയ്തു, അത് കൃത്യമായി വരുന്നു. അതിന് അനാവശ്യമായ വിഷയത്തിലേക്ക് വന്ന അവർ നാളെ പറയട്ടെ. ഇനി പരാതി ഇവിടെ നേരത്തെ പറഞ്ഞു, പരാതി ഉന്നയിച്ചത് പോലും ഇവരല്ല, പരാതി പോലും നാട്ടുകാരുടെ പരാതിന്മേലാണ് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയോ? അതൊന്ന് സൂചിപ്പിച്ച് എനിക്ക് പോകണം തോന്നുന്നു. ഇവിടെ പ്രശ്നം എന്താ അറിയോ? ഇതുപോലെ വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ മരണത്തിൽ അമ്മമാർക്ക് പങ്കുണ്ടായിട്ടുണ്ട്. ഇതുപോലെ പീഡനത്തിന് അമ്മമാർക്ക് എല്ലാം ശരി തന്നെ. പക്ഷെ എന്താ ഈ വാളയാർ കേസിന്റെ പ്രത്യേകത എന്താ അറിയോ? കേരളം കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് ഒരു ഇത്തരം ഗുരുതരമായൊരു പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നാണ്. അത് രാഷ്ട്രീയവൽക്കരിച്ചതിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചേർന്നല്ല. ലാലിനെ പോലെ തന്നെ ഞാനും മിനിഞ്ഞാന്ന് പോലെ നോക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ചാനൽ ഇത്ര ദിവസം ചർച്ച ചെയ്തൊരു വിഷയം, ഏതെങ്കിലും ഒരു ചാനൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ട്
ഒന്ന് പുറത്തു വരാൻ പൊരുത്താൻ പോലും തയ്യാറായില്ലോ എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ വീണ്ടും പറഞ്ഞൊരു കാര്യമുള്ളൂ, സംഭവങ്ങളെല്ലാം ആവർത്തിക്കും, പക്ഷേ അതിനോട് സർക്കാർ എടുക്കുന്ന സമീപനം ഞാൻ വീണ്ടും പറഞ്ഞു. പത്തനംതിട്ടയിൽ മിനിഞ്ഞാന്ന് പരാതി വരുന്നു, 60 പേർക്കെതിരെ കേസെടുക്കുന്നു, 28 പേർ ഈ നിമിഷം വരെ 28 പേർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഒരു ഗവൺമെന്റ്. വാളയാർ ഉൾപ്പെടെ ആയിക്കോട്ടെ, ഇനി പത്തനംതിട്ട ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. അവസാനത്തെ ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇതാണ് അവസ്ഥ. പക്ഷേ പല കാര്യങ്ങളും ഒരു പൊതു ഇംപ്രഷൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഈ നമ്മുടെ പോലീസൊക്കെ വലിയ പ്രശ്നമാണ്, CBI തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കെട്ടിപ്പൂട്ടി വെക്കേണ്ട അവസ്ഥയായി ഇതോടുകൂടി. എന്തെങ്കിലും പറഞ്ഞു വെക്കാമോ നമുക്കിപ്പോൾ? നമ്മുടെ കാസർഗോഡ് MLA ഒക്കെ ഇപ്പൊ 5 കൊല്ലം ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എയറിൽ നിർത്തിയിരിക്കുന്നൊരു എൻ്റെ സമയം അപഹരിക്കാതെ പ്ലീസ്, എൻ്റെ സമയം അപഹരിക്കാതെ. എനിക്ക് ഒറ്റ പോയിന്റ് പറയാനുണ്ട്. താങ്കൾ പറഞ്ഞൊരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. താങ്കൾ പറഞ്ഞ വണ്ടിപ്പെരിയാർ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. വണ്ടിപ്പെരിയാർ കേസിൽ അയാൾ ട്രയലിന് ശേഷം അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ഉണ്ടായത്, ആണല്ലോ. പക്ഷേ അതേ തെളിവിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് വന്നപ്പം അസാധാരണമായ ഒരു നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. ഹൈക്കോടതി എടുത്ത നിലപാട് എന്താണ്? ഈ പറയുന്ന പ്രതിയോട് പെട്ടെന്ന് ഹാജരാകാനാണ് പറഞ്ഞത്. അറസ്റ്റ് അല്ലെങ്കിൽ കോടതിയിൽ ഹാജരായി അകത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്? അത് പറയാൻ കാര്യം എന്താണ്? അവിടെ നിലനിൽക്കുന്ന എവിഡൻസിൽ തന്നെ അപ്പാരൻ്റ്ലി ദ ലോവർ കോർട്ട് ഡിഡ് നോട്ട് അപ്രീഷിയേറ്റ് ദ എവിഡൻസ് പ്രോപ്പർലി എന്നുള്ളത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഹൈക്കോടതി അതിനകത്ത് അസാധാരണമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് പുതിയ തെളിവ് എടുത്തതിന് ശേഷമല്ല, പഴയ തെളിവിനെ വെച്ച് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലേ, തെളിവിൽ ഏതെങ്കിലും ലാപ്സ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ, നമുക്ക് ക്രിറ്റിസിസത്തിന് ഒരു ഫെയർ ക്രിറ്റിസിസത്തിന് അക്സെപ്റ്റബിൾ ആണ് ഞാൻ. പക്ഷേ ഈ പറഞ്ഞ അസാധാരണമായ ഒരു നിലപാട് ആ കാര്യത്തിലും ഹൈക്കോടതി എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് പ്രോസിക്യൂഷൻ കൊടുത്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കണ്ടുപിടിച്ച എവിഡൻസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അത് പിന്നീട് വരുന്ന ദിവസങ്ങൾ അദ്ദേഹം രക്ഷപ്പെടുവോ അല്ലെ എങ്ങനെ വരുന്നു? ശരി, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും വാളയാർ കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്, അത് ഇതുവരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചില സഖ്യകക്ഷികളും, പ്രതിപക്ഷത്തിൻ്റെ ചില സഖ്യകക്ഷികളും എന്ന് ഇപ്പോൾ സർക്കാർ പക്ഷം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, BJP ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ കൂടി ഇടപെട്ടുകൊണ്ടാണ് കേസിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇത് കോടതി അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ ആ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. പുവർ ഗേൾസ് ലിവിങ് ഇൻ ആൻ അൺസേഫ് ഫാമിലി എൻവയോൺമെൻറ്റ്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ള പുവർ ഗേൾസിന് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നത്. അതിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി. TM ശശി, ഒപ്പം സേനാപതി വേണു, അഡ്വക്കേറ്റ് ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുകയാണ്.